ഞാൻ പ്രൊഫസർ ലക്ഷ്മി, ഇത് സിസ്റ്റർ സോഫിയ, ഇവരെന്റെ കുട്ടികൾ. ഇത്ര മുമ്പിലൊരു കൊച്ചമ്മ വെച്ച മക്കളാണോ? നോൺസെൻസ്, ഇവരെന്റെ സ്റ്റുഡൻസ്. ഞങ്ങൾ ഇവിടെ ഒരാഴ്ച ബൊട്ടാണിക്കൽ റിസർച്ചിന് വന്നിരിക്കുകയാണ്. കോളേജിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ? ഞാനാണ് കർത്താവിന്റെ അരുളപ്പാടിൽ കല്ലുവെട്ടാൻകുഴിയിൽ ജനിച്ച എല്ലൻ പൗലോസ്, ഇവിടുത്തെ കുക്ക് ആൻഡ് വാച്ചർ. ഞങ്ങൾക്ക് റൂം എവിടെ? ഇവിടെ ഉള്ളത് 2 ഹാളേ ഉള്ളൂ. ഒന്ന് അവിടെ, ഒന്ന് ഇവിടെ. ഇത് നിങ്ങൾക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ആണുങ്ങളാരും താമസമില്ലല്ലോ? ഇല്ലേ, മേമ്പുടിയേക്കാൻ പോലും ആണില്ല. അപ്പോൾ നിങ്ങൾ ഇതെന്നെ ആണുങ്ങളുടെ ലിസ്റ്റിൽ ചേർക്കണ്ട. അതിരിക്കട്ടെ, ആഹാരമൊക്കെ അതൊക്കെ പൗലോസ് ഏറ്റു. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ ആണുങ്ങളാരും വരികയോ താമസിക്കുകയോ ചെയ്യാൻ പാടില്ല. ഈ മലയെ താമസിക്കാൻ ഒരു ചെറുത്താനും വരത്തില്ല കൊച്ചമ്മ. ശരി, അപ്പൊ ഞാൻ കാപ്പി. ഫാമിലി ഏകാന്തമായ സ്ഥലം, ശല്യമൊന്നുമില്ല. ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾ വന്ന സമയവും കൊള്ളാം. Good morning. Good morning. Good morning. Lead kindly, light. My blood. അതെ, പിന്നെ വിളിച്ചു പോകുന്ന കൂട്ടരാരാ? പെണ്ണുങ്ങളാണോ? ആര് പറഞ്ഞു? കോളേജിൽ പിടിക്കുന്ന ചോദിച്ചെടുത്ത ആമ്പിള്ളേര്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ ആളുകൾക്ക് സ്ഥലം കൊടുക്കരുതെന്ന്. എന്റെ പെമ്പിളിക്ക് സ്ത്രീധനം കിട്ടിയ സ്വത്താണോ കൊച്ചമ്മേ? സർക്കാർ സ്ഥലം ആർക്കും വരാൻ താമസിക്കാം. എന്നാൽ അവരോട് പോയി പറയൂ, ഇവിടെ പെണ്ണുങ്ങളാണ് താമസിക്കുന്നത്, വേറെ സ്ഥലം അന്വേഷിച്ച് പോയിക്കൊള്ളാൻ. അവർ ഇതുപോലെ എന്നോട് പറയാൻ പറഞ്ഞാലോ? ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ഇവിടെ താമസമുള്ളൂ. പുരുഷന്മാരുണ്ട്. I am Professor Lakshmi of My Ladies College, Madras. I am Professor Major P.K. Das of National College, Madras. Left, right, about! Nonsense! About! Please. ഞാനൊരു ബ്രഹ്മചാരി, സ്ത്രീകളോട് സംസാരിക്കാറില്ല. പിന്നെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഈ സ്ഥലത്ത് എന്തിനു വന്നു? ഞാനും എന്റെ വിദ്യാർത്ഥികളും കൂടി ഒരാഴ്ചത്തേക്ക് ഇവിടെ ബൊട്ടാണിക്കൽ റിസർച്ചിന് വന്നതാണ്. ഞങ്ങൾ ഇവിടെ നേരത്തെ റിസർച്ച് ചെയ്തതാണ്. നിങ്ങൾ മറ്റൊരു സ്ഥലം നോക്കുന്നതായിരിക്കും നല്ലത്.
ഈ റെസ്റ്റ് ഹൗസ് ഞങ്ങളും നേരത്തെ റിസർവ് ചെയ്താണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റു സ്ഥലം അന്വേഷിക്കുന്നതാണ് നല്ലത്. പുരുഷന്മാരുടെ കൂടെ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നതല്ല. ഞങ്ങൾ ഡിസിപ്ലിന് വളർന്നവരാണ്. മൈൻഡ് യു, എന്റെ സ്റ്റുഡൻസ് മിലിറ്ററി ഡിസിപ്ലിൻ വളർന്നവരാണ്. റിമെമ്പർ. നിങ്ങൾ മനഃപൂർവ്വം കരുതിക്കൂട്ടി ഞങ്ങളെ ശല്യപ്പെടുത്താൻ ഇവിടെ വന്നതാണ്. ആലോചിച്ച് സംസാരിക്കണം. സ്ത്രീകളെ എനിക്ക് വെറുപ്പാണ്. പുരുഷന്മാരെ എനിക്കും വെറുപ്പാണ്. ഐ ഡോണ്ട് കെയർ യുവർ വെറുപ്പ്. സ്ത്രീ ഒരു പിശാച്, നാശത്തിന്റെ നക്സൽമാരി. പുരുഷന്മാർ വിശ്വാസവഞ്ചകർ. ആദ്യ പുരുഷൻ ആദാമിന്റെ ഭാര്യയിൽ ഉരിയെടുത്താണ് അവ്വ എന്ന സ്ത്രീയെ സൃഷ്ടിച്ച നല്ല ഓർമ്മ വേണം. നോൺസെൻസ്. എനിക്കിതൊന്നും കേൾക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പോകുന്നുണ്ടോ? ഇംപോസിബിൾ. പ്രയാസമാണ്. നമുക്ക് ഉടനെ ഇവിടെ സ്ഥലം വിടണം. ഈ പ്രാന്തന്മാരുടെ കൂടെ ഒരു നിമിഷം പോലും ഇവിടെ കഴിഞ്ഞുകൂടാൻ വയ്യ. കേട്ടടി, ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ സൂപ്രണ്ട് എഞ്ചിനീയർ സാർ. ഒരു അന്വേഷണ കമ്മിറ്റിയുടെ ചെയർമാനായി ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു പാഴടഞ്ഞ സ്ഥലം, അത് ക്ഷേത്രമാണെന്ന് ഒരു കൂട്ടം ആൾക്കാർ, ഒരു എസ്റ്റേറ്റ് ഉടമസ്ഥൻ സാഹിബിന്റേതാണെന്ന് അയാൾ. അതിനുവേണ്ടി വലിയ ബഹളവും സമരവും സത്യാഗ്രഹവും ഒക്കെ നടക്കുന്നുണ്ട്. അതാണ് ഏമാണ് സർക്കാർ അയച്ചത്. എന്നാൽ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യണം. റെസ്റ്റ് ഹൗസിലുള്ള ആണുങ്ങളെ അവിടെ നിന്നൊന്ന് മാറ്റി തരണം. സോറി, അതൊരു പൊതുസ്ഥലമാണ്, സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല. എന്നാൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം ഏർപ്പാട് ചെയ്ത് തരണം. അവർ വെറും മര്യാദയില്ലാത്തവർ, സംസ്കാരമില്ലാത്തവർ. നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ സാർ. അവരവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് മാറും. വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം. ആ എസ്റ്റേറ്റ് ഓണർ സ്മിത്തിന്റെ ബംഗ്ലാവ് ഉണ്ട്, അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം. ഏമാൻ പറഞ്ഞുവെന്ന് പറഞ്ഞാൽ സാഹിബ് തീർച്ചയായും കൊടുക്കും. പോരെങ്കിൽ സാഹിബിന്റെ മദാമ്മയെ ആരും അവിടെ താമസിക്കില്ലല്ലോ. എന്നാൽ നീ തന്നെ വിളിച്ചുകൊണ്ട് പോയി വിവരങ്ങൾ പറയും. പിന്നീട് കാണാം. അവരുടെ കൂടെ വന്നിരിക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ? ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ ഉണ്ടായിരിക്കും. വല്ല ചാൻസ് കിട്ടിയാൽ പതിവ് പോലെ ഒരു പരിപാടി അണക്കിത്തരാം. നല്ല ഒരു ചാൻസ് പോയല്ലോടാ. ഈ 8-10 ഒന്നാന്തരം പെമ്പിള്ളേർ, അതും അങ്ങനെ കുപ്പിയിൽ കിടന്ന് പിടയ്ക്കുന്ന പരൽമീൻ പോലുള്ള പെമ്പിള്ളേർ ആരുമില്ലാത്ത ഈ മലമ്പ്രദേശത്ത് വെച്ച് ഇത്രയും നല്ല പെമ്പിള്ളേരെ ആയുസ് കാണാൻ പറ്റും. നമ്മുടെ ആത്മാവിന്റെ പരവേശം കൊണ്ട് ഉടയമ്പുരാൻ തന്ന ഒരു ചാൻസ് ആയിരുന്നു. അതിനിടയ്ക്ക് ലക്ഷ്മി പ്രൊഫസർ വില്ലനെ പോലെ കയറി അവതരിച്ചില്ലേ മലപ്രദേശത്ത്. അവരെ നമുക്ക് ചാച്ചിടാം, പക്ഷെ നിന്റെ അമ്മ പ്രൊഫസറാണ് ഇതിനൊക്കെ കാരണം. എടാ അപ്പു, നമുക്കൊരു അവസാനം കൈ നോക്കാം. എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ആ വന്നിരിക്കുന്ന തരുണീമണികൾ നമ്മളെ വിട്ട് പോകാൻ. നമുക്ക് ഡാവിൽ പ്രൊഫസറെ ഒന്ന് കാണാം. അയ്യോ, ഞാനില്ല. പേടിക്കാൻ എന്റെ കൂടെ വന്നാൽ മതി. ഞാൻ വരാം, പക്ഷെ അമ്മാവന്റെ കോൾ മാറിയാ ഞാൻ അവിടെ സ്ഥലം. അന്തരീക്ഷം ആകെ ചൂടുപിടിക്കുന്നു. ഓഹോ, മഴയില്ല, അതിനാലിരിക്കും. പല്ലടി, അടുത്ത് ആമ്പിള്ളാർ വന്നതുകൊണ്ടായിരിക്കും. എടി മണ്ടി, ഇത് രാഷ്ട്രീയ അന്തരീക്ഷം. കാമുകനും കാമുകയും ഒരു മരത്തിൽ തൂങ്ങി ചത്തു. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറപ്പെടാൻ തയ്യാറായിരിക്കും. എങ്ങോട്ടാണ് നീ? ഇവിടെ അടുത്തൊരു സാഹിബിന്റെ ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി ഏർപ്പാട് ചെയ്തിട്ട് വരാം. ഇവിടെയും നല്ല സൗകര്യം ഉണ്ടല്ലോ. പറയുന്നത് കേട്ടാൽ മതി. കേട്ടോടി.
നമ്മുടെ അടുത്ത മുറിയിൽ നിന്ന് വിദ്യാർത്ഥികളും മിസ്സും പോകാൻ പോവുകയാണ്. നമ്മൾ കാരണം അവർ പോകുന്നത് നമുക്ക് ആക്ഷേപമാണ് സാർ. എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ. ഒരു മനുഷ്യ സ്നേഹത്തിന്റെ പേരിലെങ്കിലും. ഈ മനുഷ്യ സ്നേഹം നിങ്ങളെ ചുടുകാട്ടിലെത്തിക്കും. അതാണ് സ്ത്രീവർഗം. മനസ്സിലായോ? സാർ നീ നന്നായിട്ട് പാട്ട് പാടുന്നവനാണല്ലേ? അതെ സാർ. എന്നാൽ ഈ റെസ്റ്റ് ഹൗസ് വിട്ട് പോകുന്നവരെ പാട്ട് പാടാൻ പാടില്ല. അതെന്താ സാർ? പശുവും ശിശുവും പാമ്പും പാട്ടിൽ ആകർഷിക്കപ്പെടും. ഈ റെസ്റ്റ് ഹൗസിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ സാർ. ഉണ്ട്. അടുത്ത മുറി 11 ചെറിയ പാമ്പും ഒരു വലിയ പാമ്പും ഉണ്ട്. സാർ ഉദ്ദേശിക്കുന്നത് ആ വിദ്യാർത്ഥികളെയും അവരുടെ പ്രൊഫസറെയും പറ്റിയാണ്. അതെ 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 അതെ. ബി കെയർഫുൾ. യു കൻ ഗോ. ഇവിടെ താമസിക്കാൻ സായിപ്പ് ആരെ അനുവദിക്കില്ല. ഒരു 7 ദിവസത്തേക്ക് മതി. മാനേജർ സാർ, എഞ്ചിനീയർ അദ്ദേഹം പ്രത്യേകം പറഞ്ഞയച്ചതാണ്. സായിപ്പിന്റെ ചേട്ടൻ അലക്സാണ്ടർ സായിപ്പ് മരിച്ചതിന് ശേഷം സായിപ്പ് ഇവിടെ ആരെയും താമസിക്കാൻ അനുവദിക്കാറില്ല. സാഹിബിനെ ഒന്ന് കാണാൻ നിൽക്കുന്നു. ഓഹോ, ഞാൻ വിളിച്ചോണ്ട് വരാം. ഇവിടെയുള്ള എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട് ലണ്ടനിലേക്ക് പോവാൻ ഒരുങ്ങിയിരിക്കുക സാഹിബ്. സാഹിബ് ഒരു നല്ല മനുഷ്യനാണ്. അതെ അതെ. കൊച്ചമ്മ നേരിട്ട് ചോദിച്ചാൽ സമ്മതിക്കും. ആ ഫോട്ടോ ആണോ സാഹിബിന്റെ? അല്ലല്ല, അത് മരിച്ചുപോയ വലിയ സാഹിബിന്റേതാ. അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ. കൂടെ ഇരുന്ന മാനേജർ അറിയാനോ കൊന്നാളോ പറച്ചത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning, Said sir. Our superintendent sir recommended this Kochama and 10 girls. Rest house is boys. This bungalow wants Kochama permission. Yes. All right. You can have my outhouse. Manager. Yes, sir. You will make the all facilities. Yes. Thank you very much. Your face is very familiar. Ain't your name Mary, the daughter of late Thomas? മീനാക്ഷി, ഔട്ട് ഹൗസ് ഒന്ന് വൃത്തിയാക്കിയേക്കും. സാഹിബിന് സിസ്റ്ററിനെ അറിയാമല്ലോ. എന്റെ അപ്പനെ അറിയാം. അതുകൊണ്ടായിരിക്കും സായിപ്പ് സമ്മതിച്ചത്. കൊച്ചമ്മേ, നമുക്ക് പോയിട്ട് വരാം. മാനേജർ സാർ ഗോയിങ്. പിന്നെ കമ്മിങ്. ഓക്കെ. കാര്യം എന്തായി? ശല്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ക്ഷേത്ര കാര്യത്തിന് ഇവിടെ വരേണ്ടെന്ന്? അത് പണ്ടുപണ്ടേയുള്ള ഒരു പൊതുക്ഷേത്രം. സാഹിബിന്റെ സ്വന്തം സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സായിപ്പ് ലക്ഷപ്രഭുവാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എതിർക്കാൻ. പാവങ്ങളാണെന്ന് വെച്ച് അന്യായം കാണിച്ചാൽ സാഹിബല്ല, സാഹിബിന്റെ മൂപ്പനാൻ വന്നാലും ശരി, ഞങ്ങൾ ഓർമ്മോടുകയില്ല. സായിപ്പിന്റെ മരിച്ചുപോയ ചേട്ടന് വേണ്ടി ഒരു സ്മാരകം കെട്ടാനാണ് ആ സ്ഥലം. ഞങ്ങളുടെ അമ്പലം എടുത്തേച്ച് വേണോ സമ്മാനം കേട്ടാൻ? സാഹിബേ, ഇത് കാര്യം നിസ്സാരമല്ല. ഞങ്ങളുടെ ആരാധന സ്ഥലമാണ്. അവിടെ സമാധി കെട്ടിയാൽ എന്നാൽ നമുക്ക് അത് തന്നെ ഒന്ന് കാണണം. അമ്പലത്തിനടുത്ത് സാഹിബിന്റെ ആളുകൾ കാല് കുത്തിയാൽ അവന്റെ മുട്ടടിച്ച് ഈ ബംഗാളിൽ കുഴിച്ചിടും. നിങ്ങൾ അങ്ങോട്ട് വാ, കാണിച്ചു തരാം. Manager. Get all these rowdies out from here. ഡീറ്റെയിൽസ് പറഞ്ഞു എന്നെ കൊണ്ട് പറയാൻ ബാലം പറയട്ടെ. എങ്ങനെ അവരെ ഇവിടെ അയക്കരുത്. അത്രേ ഉള്ളൂ. പറഞ്ഞു ഒരപേക്ഷ, ഞങ്ങൾ കാരണം നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകരുത്. ഓഹോ, ഒരുമിച്ച് താമസിച്ച് രസിക്കാമെന്നായിരിക്കും സഹാക്കൾ പ്ലാൻ ഇട്ടുകൊണ്ട് വന്നത്. ആണും പെണ്ണും ഒരുമിച്ച് കഴിയണമെന്നുള്ളത് യുവതലമുറയുടെ അവകാശമാണ്, യുവത്വത്തിന്റെ ആവശ്യം. അല്ലേ, ഇത് കേട്ടിട്ട് നിങ്ങൾ ഞങ്ങളുടെ സംബന്ധാലോചനയ്ക്ക് വന്നാണെന്ന് തോന്നുന്നല്ലോ. അതിനും തയ്യാർ. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം വിവാഹത്തിന് ഞങ്ങൾ പിന്നെ പെണ്ണുകളാന്ന് പറഞ്ഞ് ഞങ്ങളെ കുപ്പിയിൽ ഇറക്കല്ലേ. ഞങ്ങൾ കുപ്പിയിൽ ഇറങ്ങിയില്ല, ഞങ്ങൾ കുപ്പി വീഴുന്നു. അതെല്ലാം പോട്ടെ. കേട്ടോ സ്നേഹിതകളെ, ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം. നിങ്ങൾ ഇവിടെ താമസിച്ചോളണം. ദേവന് നന്ദി, പോയാട്ടെ. നമ്മൾ ഒരു വർഗം. ഈ ഒരു സൗന്ദര്യ പിണക്കത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ അടിപിടി കൂടിയാൽ നാളെ രാഷ്ട്രീയ ശരീരത്തിൽ ചില പിളർപ്പുകൾ ഉണ്ടാകും. അങ്ങനെ നാട് നശിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും സ്നേഹിതകളെ നമുക്ക് ഒന്നിക്കാം. എന്റെ പൊന്നാങ്ങളന്മാരെ, അതിനെ വെള്ളം ഇറക്കണ്ട. ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു. കണ്ട ആഭാസന്മാരുടെ കൂടെ ഒരു നിമിഷം ഞങ്ങൾ താമസിക്കില്ല. പിന്നെ പറഞ്ഞാൽ
പറഞ്ഞാൽ പെണ്ണെന്ന് വിചാരിച്ച് അങ്ങ് ക്ഷമിക്കും. അതിനും തലയിലെടുത്ത് വേണോടാ ബീറ്റിലെ. ദൈവമേ, ഈ പെങ്കൊച്ചുങ്ങളുടെ മനസ്സ് നേരെയാക്കി ഇവരെയും ഇവിടെ താമസിപ്പിക്കണമേ. ഏതായാലും സാഹിബിന്റെ ബംഗ്ലാവിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ പരിചയക്കാരല്ലേ? അതെ, എന്റെ അപ്പൻ സാഹിബിന്റെ ചേട്ടൻ മിസ്റ്റർ അലക്സാണ്ടറുടെ മാനേജറുമായിരുന്നു. അയ്യോ, ആ ബംഗ്ലാവിൽ താമസിക്കരുത്. എന്താ അവിടെ പ്രേതവും വിശ്വാസവും ഒക്കെ ഉണ്ടെന്നാ പറച്ചില്. ഓഹോ, അങ്ങനെയാണോ? ഏതായാലും നിങ്ങൾ വെള്ളം വിടണം. ഇത്രയും കാലം നിന്നെ കൊല്ലാതെ ഈ ഗുഹയിൽ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ തോമസ്? അറിയാം. എന്നാൽ ആ നിധി എവിടെയാണെന്ന് പറയും. നിനക്കും പകുതി തരാം. നിനക്ക് സുഖമായി ജീവിക്കാം. അതൊരു സമുദായത്തിന്റെ പൊതുസ്വത്താണ്, ദൈവസ്വത്ത്. അത് നാം അപഹരിക്കുന്ന പാപമാണ്. സമുദായം ദ്രോഹി. ആ നിധി എവിടെയാണെന്ന് പറയാത്തതുകൊണ്ടല്ലേ നിന്റെ സ്വന്തം ജ്യേഷ്ഠനെ നീ കൊന്നത്? അത് ഓർമ്മയിരിക്കട്ടെ. ഇദ്ദേഹം അലക്സാണ്ടർ സാഹിബിനെ കൊന്നിട്ടും നിന്നെ കൊല്ലാതിരിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. കടുവായുടെ സ്നേഹം രക്തം കുടിക്കാനാണെന്ന് എനിക്കറിയാം. വേദന നിർത്തും. ആ നിധി എവിടെയാണെന്ന് പറയും. 10-20 വർഷം വലിയ സാഹിബിന്റെ മാനേജരായി സുഖമായി ഞാൻ കഴിഞ്ഞുകൂടി. അന്നൊരു ദിവസം ആ ക്ഷേത്രത്തിന്റെ പുറംപോക്ക് സ്ഥലം വെട്ടിത്തെളിച്ചപ്പോൾ കഷ്ടകാലത്തിന്റെ ആ നിധി ഞങ്ങളുടെ മുന്നിൽ പെട്ടു. അത് അവിടെയുള്ള ഒരു പഴയ ശിവക്ഷേത്രത്തിന്റെ സ്വത്താണെന്ന് അലക്സാണ്ടർ സാഹിബ് പറഞ്ഞു. അതാണ് സത്യം. അമ്പലത്തിന്റെ സ്വത്ത് അതിന്റെ ആളുകൾക്ക് വിട്ടുകൊടുക്കുകയാണ് ക്രിസ്ത്യാനികളായ നമ്മളുടെ ധർമ്മമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പാപികളായ നിങ്ങളത് കേട്ടില്ല. പണം വന്നാൽ പാപം പോകും. അന്യന്റെ സ്വത്തിന് വേണ്ടി സ്വന്തം സഹോദരനെ കൊന്ന നിന്നെ കർത്താവ് വെറുതെ വിടുകയില്ല. തോമസേ, നിന്റെ മകളെ നിനക്ക് കാണണ്ടേ? എവിടെ 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 എന്റെ മകൾ പേര്? വലിയ സാഹിബിനെ കൊന്ന ദിവസം നിങ്ങളെ ഈ ഗുഹയിൽ കൊണ്ടിട്ടല്ലേ? എന്റെ മകൾ എവിടെ പോകും, എങ്ങനെ ജീവിക്കും എന്നാർക്കറിയാം. അപ്പനെ കാണാത്തതിലുള്ള സങ്കടം കൊണ്ട് നാട് വിട്ട് മറ്റാത്തിൽ ഒരു കന്യാമഠത്തിൽ ചേർന്നു. ഇപ്പോൾ ഒരു സംഘം പെൺകുട്ടികളുമായി കന്യാസ്ത്രീയായി ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെയോ? എനിക്ക് എന്റെ മകളെ കാണും. എനിക്ക് എന്റെ മകളെ മേരി ഒന്ന് കണ്ടതിന് ശേഷം ചത്താൽ മതി. ശരി, ഞങ്ങൾ അതിന് സന്ദർഭം ഉണ്ടാക്കിയിട്ട്. എല്ലാരും അകത്ത് പോകണം. നമ്മൾ പോകുന്നില്ലേ? തൽക്കാലമില്ല, മറ്റൊരു സ്ഥലം കിട്ടുന്നത് വരെ ഇവിടെ തന്നെ താമസിക്കാം. നിങ്ങളെല്ലാരും അകത്ത് പോയിക്കോളൂ. ഞങ്ങൾ ആ സൂപ്രണ്ടിനെ ഒന്നുകൂടെ കണ്ടിട്ട് വരാം. വരൂ സിസ്റ്റർ. No business, nonsense. Where are you going to tell? I'm going to come over here. Get ready for the bus. Yes, sir. എടാ, വീട്ടില് നീ ഇവിടെ ഇരിക്കായിരുന്നു. ദൈവത്തിന്റെ നേരെ അമ്മാവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ ഉള്ള ചാൻസ് നഷ്ടപ്പെടും. അമ്മാവൻ ദേഷ്യത്തിനിടെ വടി വെച്ചൊരു കുത്ത് കയ്യില. Leave it, I will catch it. I will catch it. What's your place?
സാർ ഒരു പുതിയ ചിത്രശലഭം സാർ. ഇതിനപ്പുറത്തുള്ള ചിത്രശലഭത്തെ പിടിച്ചാൽ മതി. Go to your place. മിസ്, അവിടെ ഒരു കള്ളിച്ചെടി. ചെടി കള്ളി. ഇതിനപ്പുറം ഉള്ളത് നോക്കിയാൽ മതി. Go to your place. പിന്നെ വള്ളം ഒന്ന് വിട്, അക്കരെ പോണം. വള്ളം റിപ്പയറാ. എന്താ ടയർ പഞ്ചറായി പോയോ? തന്റെ ഒരു റിപ്പയർ ഒന്ന് വിടുവേ. ആളുകാരെ വള്ളം താണു പോകുന്നു. എന്നാ താൻ ഇറങ്ങി, ഞങ്ങൾ പോകോളാം. പോയടോ, ഇതേതോ ഡക്ക് വേല, നമുക്ക് കയറാം. സത്യം പറ, നീ എവിടെ പോകുന്നു? വേല ഇറക്കല്ലേ പെങ്ങളെ, സത്യം ഒന്ന് പറഞ്ഞേരെ. ഇല്ലെങ്കിൽ ഇപ്പൊ നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. ഞാൻ സായിപ്പിന്റെ വീട്ടിലെ വേലക്കാരിയാ. എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം പുരാതന ക്ഷേത്ര സ്വത്തുക്കളിൽപ്പെട്ടതായിരിക്കും.
ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ആഭരണങ്ങളും വിഗ്രഹങ്ങളും വൻപിച്ച തുക കൊടുത്ത് വിദേശങ്ങളിൽ ആളുകൾ വാങ്ങിക്കാറ്. ആ കള്ളക്കടത്തിന്റെ കൂട്ടം ഈ പരിസരങ്ങളിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്ത് പോലീസ് കാവൽ വെച്ചിട്ടുണ്ട്. ഈ വിഗ്രഹം സൂക്ഷിച്ചിരുന്ന കുടത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ കടലാസ്. സെൻഡിങ് ത്രൂ ക്യാപ്റ്റൻ എവൈറ്റ് ഫർദർ എക്സ്. ഏതോ കപ്പലിലെ ക്യാപ്റ്റൻ വഴി ഇങ്ങനെയുള്ള സാധനങ്ങൾ അന്യ രാജ്യങ്ങളിലേക്ക് അയക്കുന്നുവെന്ന് നമുക്ക് ഈ കടലാസിൽ നിന്ന് മനസ്സിലാക്കാം. കൊല്ലപ്പെട്ട സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ പിടിച്ചാൽ സത്യം അറിയാം. നിശ്ചയമായിട്ട് ഞങ്ങൾ അവരെ പിടിക്കും. നിങ്ങൾ ചെയ്ത സഹായത്തിന് വളരെ നന്ദി. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ കേസ് അറിയത് വരുമ്പോ ഞങ്ങൾ പ്രതികളായിരുന്നു. ഗുഡ് ബൈ. I don't know anything about her death. ആരോ വൈരാഗ്യം കൊണ്ട് കൊന്നിരിക്കും. മരിച്ച സ്ത്രീ ഇവിടുത്തെ വേലക്കാരിയായിരുന്നു അല്ലേ? അതെ, വളരെ കാലം കൊണ്ട് ഇവിടെയാണ്. ഇന്നലെ എപ്പോഴാണ് ഇവിടെ വന്ന് പോയത്? പതിവ് പോലെ രാത്രി. അവർക്ക് വല്ല കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടായിരുന്നു? ഞങ്ങൾക്കറിയില്ല സാർ. ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ശരി, ഈ സ്ഥലത്ത് ഇന്നു മുതൽ ഞങ്ങൾ 2-3 പോലീസുകാരെ കാവൽ നിർത്തുകയാണ്. ദാറ്റ്സ് ഗുഡ്. താങ്ക് യു സാർ. हाय लक्ष्मी. क्या है? നമുക്ക് ഹിന്ദി നോ ഹേ ലക്ഷ്മി. आप भी हिंदी सीखिए. നിങ്ങൾ ആദ്യം സിക്കിയേ. ഞങ്ങൾ മാത്രം നിങ്ങളെ ഹിന്ദി പഠിച്ചാൽ മതിയോ ഹേ? നിങ്ങൾ ഞങ്ങളുടെ ഭാഷ പഠിക്കും ഹേ. എന്നാലേ നമ്മൾ ഒന്നാകൂ. ഹം ഏക് നേഷൻ ഹേ. बोलिए, मैं सिखा दूंगी. ഓ ഈ ബാലിയും സുഗ്രീവനും ഒരു പിടിയുമില്ല കൊച്ചേ. क्या? നമുക്ക് ബടാ മൊഹബത്ത് തുമക്കു. मुझे आप प्यार कर रहे हैं? ഹായ് ഭയങ്കര പ്യാർ. ഓൾ ഇന്ത്യ പ്യാർ. മേരി പ്യാരി. What is this? ഈ പ്യാർക്കിയുടെ ഒരു സംശയം ചോദിച്ചതായിരുന്നു മിസ്. Nonsense. എന്റെ പൊന്നു മിസ് ചെടി തെറ്റി ആളിനെ പിടിച്ചു പോയതാണ്. I say get away. ഞാൻ ജാതാ ഹോയ്. Come on. എടാ വീട്ടിലെ എടാ എന്താ ഇത്? എന്താ നീ ഇത് സൂക്ഷിച്ച് നോക്കുന്ന എന്താണ്? മിണ്ടല്ലേ നമുക്ക് നോക്ക്. കാര്യം പറയടേ. നോക്കെന്ന് കണ്ടോ? എടാ വീട്ടിലെ രസമുണ്ടല്ലോടാ. ആ നല്ല രസം. എന്തോന്ന്? എടാ ബാല ഒന്ന് രസിച്ചോ. നോക്ക ഈ കണക്കിന് പോയാലേ 2-3 കെട്ട് കഴിയുമ്പോ ഈ സാരി കഴിഞ്ഞ് താഴോട്ട് വീഴും. ആ 3 മെസ്കറ്റിയേഴ്സ് നമ്മളെ ഗവനിക്കുന്നു. നീ വാ. എന്താ? ചുമ്മാ. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്തിനാ? ഒന്ന് വരാമല്ലോ എന്ന് വിചാരിച്ചാണ്. വിശേഷം? ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനും അതുപോലെയാണ്. എന്നാൽ പിന്നെ ലൈൻ ക്ലിയർ. ഈ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കണം. അയ്യോ വിളിക്കില്ലേ. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, വരൂ പോവാം. ഒരു സംശയം. ഈ സാരി ഇടുപ്പിലാണി വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുകയാണോ? ആ എന്താ? ഈ താഴോട്ട് വീഴുന്നില്ലല്ലോ. ഓഹോ, പെണ്ണുങ്ങളുടെ സാരി താഴോട്ട് വീഴുന്നത് നോക്കി നടക്കുകയാണോ? അല്ല, പരിഷ്കാരം ഇങ്ങനെ പോയാൽ പെണ്ണുങ്ങളുടെ ശരീരം മറയ്ക്കാൻ കാൽ മുഴുവൻ തുണി മതിയല്ലോ എന്ന് പറയുക. നിങ്ങൾ ഏൽപ്പിച്ചേരണ്ട, ഒരു പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ പറഞ്ഞതിന്റെ മറുപടി உங்களுக்கு என் மேல காதல் இல்லையா? കാതല്ല, അതായത് സാക്ഷാൽ അനുരാഗം. കമലാദേവി, ഞാൻ വീട്ടിൽ വരമുട്ടോ. എരപ്പാളയുടെ കുത്തുപാള പിടിച്ചു പറിക്കാതെ തിരുമേനി. പാഞ്ചാലിക്ക് 5 പേരാ, അറിയോ? அப்படின்னா நான் போய் உங்க பீமன் ப்ரொஃபஸரை கூட்டிக்கிட்டு வரேன். இங்கேயே இருங்க. താൻ ഒരു ശകുനം മുടക്കിയാടോ. പിന്നെ ഈ ശ്മശാനത്തിന്റെ അടുത്ത് നിന്നാലേ അറകൊല അടിച്ചു കൊല്ലും, അറിയാമോ? എന്നാലാവുന്ന കാണണം. പാറ്റുള്ളേ, അലക്സാണ്ടർ സാഹിബിന്റെ പ്രേതം ആളുകളെ തുരുതുരാ കൊല്ലുന്നെന്ന് കേട്ടിട്ടില്ലയോ? എടോ, അറുകൊലയും പ്രേതം വെറും കള്ളം. എത്ര പേരാണ് ഇവിടെ ചത്തിരിക്കുന്നത്? ഓരെങ്കിലും ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയാണ്. രാത്രി 1 മണി ആകുമ്പോഴേക്കും ആ പിശാച് വരും. നമുക്കിന്ന് ആ പിശാച് അറസ്റ്റ് ചെയ്യണം. താൻ അറസ്റ്റ് ചെയ്തോ? ഞാനില്ല, ഞാൻ പോകുന്നു.
ഇയാളെ കൊന്നിട്ട് ഓടിക്കളഞ്ഞു. പ്രേതം നമ്മുടെ കോൺസ്റ്റബിളിനെ കൊന്നത് നിങ്ങൾ നേരിട്ട് കണ്ടു? ഒന്നേ നോക്കിയുള്ള ഏമാനെ, പിന്നെ ബോധം വീണപ്പോ ഞാൻ കടച്ചാൽ കിടക്കുകയാണ്. കുറച്ചു കാലങ്ങളായി ഈ പ്രേതത്തിന്റെ ശല്യത്തെ പറ്റി ആളുകൾ പറയുന്നു. പൊന്നങ്ങനെ നമുക്ക് ഈ പ്രേതത്തിനെയും അറവലെയും ഒന്നും അറസ്റ്റ് ചെയ്യാൻ പിള്ളേർക്ക് തന്തയില്ലാതായിപ്പോ. എന്നാലും നമുക്ക് സത്യമൊന്നും അറിയണ്ടേ? ആ അലക്സാണ്ടർ സാഹിബിന്റെ പ്രേതമാണ് ഏമാനെ. മരിച്ച ദിവസം നോക്കി കല്ലറയിൽ നിന്ന് ഇറങ്ങി വരും. പിന്നെ അടുത്ത വാവരേക്കും കണ്ണി കാണുന്നവരെല്ലാം കൊല്ലും. ഈ കൊല അവസാനിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ്. ഉത്തരവ്. അതിന് നിയമമില്ല ഏമാനെ. മനുഷ്യൻ കൊന്നാലേ കൊലപാതകമാകും. പിശാചിനെ പിടിച്ച് ജയിലിലിടാൻ പറ്റുമോ? വേണ്ടി വന്നാൽ അതും ചെയ്യണം. ഇന്നു മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് വരികയാണ്. ഉത്തരവ്. 10-15 ദിവസത്തേക്ക് വെളിയിലോട്ടിറങ്ങി നടക്കുന്നതാണ് നാട്ടുകാർ പറയുന്നത്. മര്യാദയ്ക്ക് ഇവരൊക്കെ എഴുന്നേറ്റ് പോകാൻ പറയണം. പറയാമോ? ജീവിക്കുന്ന മഹാമണിയുടെ ബാപ്പാടെ സ്ഥലമല്ല ഇതെന്ന് പറയണു. പറയാമേ. പിന്നെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എടോ വിശക്കുന്ന ചോറ് കൊണ്ടുപോവാ. കൊണ്ടുവരാമേ. വഴക്കുണ്ടാക്കാതെ എഴുന്നേറ്റ് പോകുന്നതാണ് നിങ്ങൾക്കെല്ലാം നല്ലത്. ശരി, എന്തായാലും ഒത്തുതീർപ്പ് നമുക്ക് ഒരുമിച്ചിരുന്നു. ചെമ്പറന്നവരെ വിളിച്ച് കൂടെ ഇരുത്തിയാട്ടെ. അതില്ലാത്തോണ്ടാണല്ലോ നിങ്ങളെയൊക്കെ വിളിച്ചത്. ഇവർക്ക് ആർക്കും വിളമ്പരുത്. എടോ പൗരസ്ത്യ, ഞങ്ങളാണ് ഇവിടെ ആദ്യം വന്നത്. വരുന്നവർക്ക് ചോറ് വിളമ്പുകയാണ് തന്റെ ജോലി. വെക്കവിടെ എന്നാൽ ഇവിടെ വയ്ക്കാം. നിങ്ങൾ മുളകുടിയോ ഉള്ളിയോ ഒറ്റ വേണമെങ്കിലും ചെയ്തോളൂ. വീട്ടിലെ കൊണ്ടുപോകരുത്. നിങ്ങളുടെ മെസ്സിൽ തിന്നാൻ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേലക്കാരി. നിങ്ങൾ ജയിച്ചെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പെണ്ണിന് എപ്പോഴും തോൽവിയാണ്, അത് ഓർമ്മയിരിക്കട്ടെ. നിങ്ങളെ എതുപോലെ അവർ തോൽപ്പി എന്തായാലും നിങ്ങളെ തോൽപ്പിച്ച് തൊപ്പിടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പെണ്ണിലായി ജീവിച്ചിരിക്കില്ല.
സാർ പൊയ്ക്കൊള്ളും നിങ്ങൾ. എന്റെ അടുത്തേക്ക് വേണ്ട. നാളെ കാലത്ത് 6 മണിക്ക് ഇവിടുന്ന് പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളണം. കെട്ടടി. സാർ നടന്നു തൽക്കാലത്തേക്കൊരു മാപ്പ്. I don't want your explanation. Evaporate. Extinguish. അയ്യോ പോയേ. അയ്യോ പ്രൊഫസർ പോയേ. അയ്യോ ക്യാപ്റ്റൻ പോയേ. അയ്യോ ഇന്നാ പിടിച്ചോ. പിടിച്ചോ. ഇന്നാ പിടിച്ചോ. പിടിച്ചോ. അരശനെ നമ്പി പുരുഷനെ കൈപിടിഞ്ഞ പോലെയായി. പെണ്ണുങ്ങളോട് സൊള്ളാൻ വേണ്ടി ആണത്തം പണയം വെച്ചു. ഒടുവിൽ എന്ത് പറ്റി? അമ്മാവന്റെ സുഗ്രീവ വാച്ച. പേടിക്കാതെ ഞാൻ ഇംഗ്ലീഷ് പടം കണ്ടു. അതുപോലെ നമുക്ക് പെണ്ണുങ്ങളൊന്ന് പഠിപ്പിക്കും. എങ്ങനെ? അതിലെ ഹീറോ റിവോൾവർ എടുത്തങ്ങനെ വരികയാണ്. ഹീറോ പണവുമായിട്ട് വരിക. ഉടനെ പോലീസ് വന്നു. കൺഗ്രാറ്റുലേഷൻ, വണ്ടർ. എന്റെ ജീവിതത്തിൽ ഇത്ര സുന്ദരമായ ഒരു കളി ഞാൻ കണ്ടു. സൂപ്രണ്ട് സാറ് വലുതീന നിങ്ങളുടെ കളിയെ പറ്റി പറയായിരുന്നു. ഗെയിംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനം. പ്രത്യേകിച്ച് പെൺപിള്ളേർ കളിക്കുന്നത് കേട്ടാൽ ഇദ്ദേഹം അവിടെ ചാവും. ஐயோ என்ன அன்பு சாருக்கு கொண்டாட்டி ஒண்ணுமில்லையோ? ഇല്ലെന്നോ? ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒന്ന്, പിന്നെ ഓരോ ക്യാമ്പിനും ഓരോ ഫെബ്രുവരി ചാക്കറാൻ വന്നതായിരിക്കില്ലേ? No, no, അങ്ങനെയൊന്നുമല്ല. ഇറ്റ് ഇസ് ഓൺലി സ്പോർട്സ്മാൻ സ്പിരിറ്റ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ. സാറിന്റെ സന്മനത്തിന് വളരെ നന്ദി. പൗലോസേ, ഈ കുട്ടിയുടെ കളി ഗംഭീരമായി. പിന്നെ ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ, വേൾഡ് ഗെയിംസിലൊക്കെ പങ്കെടുക്കണം. സമയം കിട്ടുമ്പോ സാറിനെ പോലുള്ളവരൊന്ന് ഉയർത്തി വിട്ടാൽ ഒരു കര പറ്റും. എന്നാൽ കഴിയുന്ന എന്ത് സഹായവും എപ്പോഴും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്. എന്നാൽ ഇനി ഞങ്ങൾ റൂമിലോട്ട് പോകട്ടെ. ആ സമയം പോലെയൊക്കെ ഒന്ന് കാണാം. ബൈ 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 ബൈ. സൂപ്രണ്ട് സാറേ നമസ്കാരം. നമസ്കാരം നമസ്കാരം. സാർ എപ്പോ വന്നു? ഞാനിപ്പോ വന്ന് കുടിക്കാൻ ചായ കാപ്പി കൊക്കോ ഒന്നും എന്തെങ്കിലും ഒന്നും വേണ്ട. പിന്നെ ഈ ബൈ ബൈ പറയുന്നത് ആരോഗ്യത്തിന് അത്ര പറ്റിയതല്ല. കൊത്തി മുറത്തിലും കയറി കൊത്തി തുടങ്ങിയോ? സൂപ്രണ്ട് സാർ പെർഫെക്റ്റ് ജെന്റിൽമാനാണ്. പെമ്പിള്ളാരോട് സുള്ളുന്ന വേലയൊന്നും മേപ്പടിയാനില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കും. പിന്നെ സൂപ്രണ്ട് സാറ് ഈ കോളേജ് പിള്ളേരോട് പെരുമാറുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. അയ്യോ പാട്ടോ. അയ്യോ ഒരേ നമ്പറാണ് വിചാരിച്ച് ഇവിടെ വെച്ച് വാരുകയോ വാറ്റുകയോ വേണ്ട. ഓൾറൈറ്റ്, നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് പറ്റിയത്. ഓഹോ, പിന്നെ പോകാൻ പറ്റില്ല, നിൽക്കണം. ഇനി ഈ അതിർത്തിയിലെങ്ങാനും കണ്ടുപോയാൽ തിരിച്ചു പോകാൻ കാല് കാണത്തില്ല കേട്ടോ. എന്റെ മാനം കൊണ്ടുപോയി. പിന്നെ ആ ചായ മുഖത്തൊക്കെ തേച്ചോളൂ, രക്തമാണെന്ന് വിചാരിച്ചോളൂ. ഐഡിയ. ഏതായാലും നേരം വെളുത്തിട്ട് നമുക്ക് പോലീസിൽ അറിയിക്കാം. എല്ലാരും കിടന്നുറങ്ങും. അയ്യോ ഈ ആഭരണങ്ങളെല്ലാം
ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലേ? അതെ, ഇതൊക്കെ കാട്ടാളന്മാരെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയതാണ്. അയ്യോ, ആ കാട്ടാളന്മാര് ഞങ്ങളുടെ മുറിയിലും കയറി. അവര് വിട്ടില്ല, ഞങ്ങൾ വിട്ടില്ല. ഒടുവ് കൂട്ടയിടി. അയ്യോ എന്തിടി? അയ്യോ ഭയങ്കരയിടി. അവരിടിച്ച് നെഞ്ച് കലങ്ങി കളഞ്ഞു. അയ്യോ എന്തിടി? അയ്യോ ഭയങ്കരയിടി. വെള്ളം സിസ്റ്റർ, വെള്ളം. ഞങ്ങളെ അവന്റെ കൂടെ ഓടി ഭീമനപ്പോൾ തരിക. അയ്യോ എന്തിടി? ഓരോ ഇടിയും 100 പൗണ്ട്. അവന്റെ കൂടെ റിവോൾവർ പിടിച്ച ഒരു നീർക്കോലി. ഏതായാലും ഇടി വാങ്ങാനുള്ളതെല്ലാം വാങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ആഭരണങ്ങളെല്ലാം കിട്ടിയല്ലോ. ഇത് കണ്ടല്ലോ രക്തങ്ങൾ, രക്തങ്ങൾ. നാളെ കാലത്തെ ഡോക്ടറെ കാണാൻ പോകണം. കുടിയുടെ വീട്ടിലെ അവിടെ കൂടെ അപ്പുറത്തൂടെ കൈ ഇവിടെ ഒന്ന് വെച്ച് നോക്ക്. എന്റെ നെഞ്ച് കലങ്ങിയാ ഉണ്ടോ? എടാ വീട്ടിലെ ശകലം കലങ്ങിയിട്ടുണ്ടാ. പോട്ടടാ വീട്ടിലെ, ചത്താലും വേണ്ടില്ല. നമ്മൾ ഇവിടെ താമസിക്കുമ്പോ നമ്മുടെ ഈ സഹോദരിമാർക്ക് ഒരാപത്തും വരരുത്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്നാൽ ഒരു ഉപകാരം ചെയ്യാമോ? ഞങ്ങൾ എന്ത് ചെയ്യാനും കടമപ്പെട്ടവരാണ്. ഞങ്ങൾ കളിയിൽ തോറ്റതിന് ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളോട് രാവിലെ സ്ഥലം വിട്ടോളൂ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊരു 4-5 ആളുകൾ വന്ന് ഞങ്ങളുടെ പ്രൊഫസറെ കണ്ട് ഞങ്ങൾ കാണിച്ച നിസ്വാർത്ഥപരമായ ധൈര്യത്തെയും ത്യാഗത്തെയും പറ്റി സംസാരിച്ചാൽ ഒരു പക്ഷേ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ അദ്ദേഹം സമ്മതിച്ചിരിക്കും. നട്ടലില്ലാത്തവരാണ്, ആണുങ്ങളല്ല എന്നൊക്കെയാണ് സാറ് ഞങ്ങളെ ശകാരിച്ചത്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ വന്ന് 2 വാക്ക് സംസാരിച്ചാൽ ഞങ്ങൾക്ക് മനസമാധാനം കിട്ടും. ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാതൊരു വിരോധമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കും. ഞങ്ങളൊന്ന് പറയാം. എന്താ? ശരി, നിങ്ങൾ പോയി പറയും. എല്ലാരും കൂടെ എങ്ങോട്ടാ? ആരെങ്കിലും 2-3 പേര് പോയി. നീന സതിയില്ല, നമ്മള് പോവാം. എല്ലാരും കിടന്നുറങ്ങി. മനസ്സിലായോ ഞാൻ ആരെന്ന്? പാവ പെൺകുട്ടികൾ ഭയന്നു പോയി. അവര് വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അല്ല സാർ, ഈ കാട്ടാളന്റെ വേഷത്തിൽ നിങ്ങൾ ഈ വേഷമിട്ടതുകൊണ്ട്, അർദ്ധരാത്രി കാട്ടാള വേഷമിട്ടുകൊണ്ട് സ്ത്രീകളുടെ റൂമിൽ കയറി അവരെ തോൽപ്പിക്കുന്നത് ആണത്വമല്ല. ഇപ്പൊ വീരന്മാരായ നിങ്ങളും ഭയന്നില്ലേ? എടാ അപ്പൂ, എന്നെ ഒന്നും മറക്കരുത്, ഞാനൊക്കെ കണ്ടുപിടിക്കും. ഇനി എന്റെ ആയുസിൽ ഈ വേഷം കിട്ടില്ല. ആ ഡ്രസ് അങ്ങ് തിരിച്ചു കൊടുക്കണം. പൗലോസ് ചേട്ടന് എപ്പോ നോക്കിയാലും ജോലിയാണ്. എങ്ങനെ ശരീരമായിരുന്നു, ഇപ്പൊ ഉണങ്ങി വരേണ്ട ജീവിതയാത്രനായിപ്പോയി. നമ്മുടെ ഭാഗ്യമാണ് പൗലോസ് ചേട്ടൻ ഇവിടെ വാച്ചറായി വന്നത്. പിന്നെ പൗലോസ് ചേട്ടന്റെ കൈമണി അടിക്കണോ? ഞങ്ങളുള്ളത് മുഖം നോക്കാതെ എന്ന് പറയും. പൗലോസേട്ടാ, ഞങ്ങൾ ഇവിടെ ദാഹിച്ചു വരണ്ട് കഴിയുന്നത് പൗലോസേട്ടാ അതൊന്നും കാണുന്നില്ലയോ? എന്ത് വേണം തരാം? ഐസ് വാട്ടർ വേണോ? ഇല്ല മോര് വേണോ? എന്ത് വേണമെങ്കിലും തരാം. ഇത് മനസ്സിന്റെ ദാഹമാ പൗലോസ് ചേട്ടാ. ആ പെമ്പിള്ളേര് ഞങ്ങളെ നോക്കി നോക്കി ഞങ്ങളുടെ കരൾ വാടിപ്പോയി. അത് നേരാ, എല്ലാരും ഇവിടെ കൂട്ടിപ്പിടിക്കാണെന്നോ? കേട്ടോ പൗലോസ് ചേട്ടാ, ഞങ്ങളുടെ എല്ലാം മനസ്സിന്റെ കിളിവാല് തുറന്ന് ആ പെൺകുട്ടികളെ ഒന്ന് കാണിക്കണം. അതിനെന്താ? അത് ഞാൻ ഏറ്റു. പൗലോസ് ചേട്ടാ, പിന്നെ ഈ എഴുത്ത് എന്റെ കൂട്ടുകാരി ലീലയുടെ കൈവശം കൊടുക്കണം. ഇത് എന്റെ സ്വീറ്റ് ഹാർട്ട് സതി. ഇത് എന്റെ കഥാനായിക ലതയ്ക്ക്. പിന്നെ പൗലോസ് ചേട്ടന് വെള്ളം കുടിക്കാൻ വല്ലതും വേണ്ടേ? ഇരിക്കട്ടെ. ശരിയായിട്ട് വേണ്ട, ഒന്നിച്ച് നല്ല മതി. അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ? ഞങ്ങൾ കഴിയില്ലയോ? ഭർത്താവിന് സ്തുതി, ഞങ്ങൾ പോട്ടെ. പൗലോസേ, ഒന്ന് വേണം കൊണ്ടുവരും. ഞാനല്ലേ നേരത്തെ മുതലേ ഇവിടെ ഇരിക്കുന്നത്. ഏതല്ലേ വേണ്ടത്? ഞാൻ ചൂടായിട്ട് കൊണ്ടുവരാം. എനിക്കിത് മതി. ഞാൻ വേറെ കൊണ്ടുവരാൻ പറ്റട്ടെ? ഇത് മിസ് കഴിക്കണം. ചമ്മന്തി ഒഴിക്കും. ഡാർലിംഗ്, എന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്ന് എനിക്ക് രൂപമില്ല. ഇന്ന് വൈകിട്ട് തമ്മിൽ കാണണം. ഞാൻ കാത്തിരിക്കും എന്ന് സ്വന്തം. സത്യം പറ,
ഈ എഴുത്ത് ആര് തന്നു? ആരെങ്കിലും വാതിൽ അരച്ച് കലക്കിലായിരിക്കും കൊച്ചെന്ന്. കള്ളം പറഞ്ഞാൽ തന്നെ ഞാൻ ഇവിടെ ഒന്നും ഡിസ്കസ് ചെയ്യും. ആ അടിയൊക്കെ നിങ്ങളുടെ നേരെയായിരിക്കും കൊച്ചെന്ന്. ലീലേ, ലതേ, സതി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. ശരി, എന്നാൽ ഇന്ന് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. വാച്ച്, follow me. കൊച്ചമ്മ തന്നെ അയച്ചതാണ്. എനിക്കോ? ഡാർലിംഗ്, എന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്ന് എനിക്ക് രൂപമില്ല. ഇഷ്ടമാണെങ്കിൽ ഇന്ന് വൈകിട്ട് തമ്മിൽ കാണാം. ഞാൻ കാത്തിരിക്കും എന്ന് സ്വന്തം. പ്രൊഫസർ ലക്ഷ്മിയെ പ്രേമിക്കുന്നു. ഇന്ന് വൈകുന്നേരം കാണണമെന്ന് എവിടെയാണ്? ഈ ലോകത്ത് എനിക്ക് എഴുതാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ട്? ഒരു പിശാചിന്റെ പ്രേമം ലജ്ജയില്ല നിങ്ങൾക്ക്? നിർത്തണം. ഒരു പ്രാന്തനെ പ്രേമിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ ലോകത്ത് ഇത് നിങ്ങളുടെ കൂടെ വന്ന ശിഷ്യന്മാരുടെ മര്യാദയില്ലാത്ത പ്രവൃത്തിയാണ്. എന്റെ വിദ്യാർത്ഥികൾ ലവ് ലെറ്റർ എഴുതിയെന്നോ? ആർക്ക്? എന്റെ കൂടെ വന്ന പെൺകുട്ടികൾക്ക് നാണമില്ലാത്ത ദോശയ്ക്കകത്ത് വെച്ച് ലെറ്റർ കൊടുത്തിരിക്കുന്നു. പ്രേമത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ അടവുകൾ. ദോശയ്ക്കകത്ത് പ്രേമലേഖനം. ഈ മര്യാദകളുടൻ അവരെ ശിക്ഷിക്കണം. ഒരു അമ്മയും മകനും പോലും ഏകാന്തയിൽ ഒരുമിച്ച് കഴിയണമെന്നാണ് കൺഫ്യൂഷ്യസ് പറഞ്ഞിരിക്കുന്നത്. ചുറ്റുപാടുകൾ ബലഹീനരെ വഴിപിഴപ്പിക്കും മാഡം. വേദാന്തം എനിക്കും അറിയാം. നിങ്ങളുടെ ബോയ്സ് വേലാൽ എന്റെ ഗേൾസിന് ഇങ്ങനെ കത്തെഴുതരുത്. That's all. എന്റെ ബോയ്സിന് ഇങ്ങനെ കത്തെഴുതാനുള്ള പ്രയോജനം നിങ്ങളുടെ ഗേൾസിനും കൊടുക്കരുത്. That is all. ഓ ലോർഡ് കൃഷ്ണ, നിന്റെ തിരുവിളയാട് എവിടെ പോയി കാണുന്നില്ല. ഈ സിമെട്രിക്കകത്ത് എവിടെയെങ്കിലും പറഞ്ഞത്? ഞങ്ങളൊരു പിശാചിനെ പിന്തുടർന്ന് വന്നതാണ്. അയ്യോ, അത് കൊന്നു കളയും. കൊല്ലട്ടെ നിങ്ങളെ. ആ പിശാചിനെ ഒന്ന് പിടിക്കും. ആരോഹണ സ്വാതന്ത്ര്യം. നിങ്ങൾ ബഹളമുണ്ടാക്കരുത്. ഞങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ ക്ഷേത്രം പണ്ട് നാട്ടുകാരുടെ വകയാണ്. ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ സായിപ്പാണ്. ഞങ്ങൾ ഇതിനെ പല്ല് നഖവും കൊണ്ട് എതിർക്കും. ജനവഞ്ചകരെ തൂക്കിക്കൊല്ലും. തളിക്കോട്ട് ക്ഷേത്രം കമ്മീഷന്റെ ഉത്തരവ് വരുന്നത് വരെ നിങ്ങൾ ഇതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല. ഞങ്ങൾ പ്രവേശിക്കും. രക്തം ചിന്തയും ഞങ്ങളുടെ അവകാശങ്ങൾ വീണ്ടെടുക്കും. വരും. നിങ്ങൾ ഇതിനകത്ത് കയറാൻ പാടില്ല. കയറും. നിങ്ങൾ ആരാണ് ചോദിക്കാൻ? ഈ രാജ്യത്തെ വർഗബോധമുള്ള വിദ്യാർത്ഥികളിൽ 2-3 പേർ എന്ന് തൽക്കാലം ധരിച്ചാൽ മതി. നിങ്ങളുടെ കാര്യമല്ലേ? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. എന്നാൽ ഈ അനീതിയോട് നിങ്ങൾ തന്നെ പകരം ചോദിക്കണം. അന്യായം ആര് കാണിച്ചാലും ഞങ്ങൾ അതിനെ എതിർക്കും. കാര്യം പറയണം. ഈ സ്ഥലം പണ്ട് പുരാതനമായിട്ട് തളിക്കോട്ട ശിവക്ഷേത്രമാണ്. ഇപ്പൊ ഒരു സായിപ്പ് വന്ന് ഈ ബിംബമൊക്കെ എടുത്ത് കളഞ്ഞച്ച് കൈയടക്കി വെച്ചിരിക്കുകയാണ്. സായിപ്പിന് ക്ഷേത്രം എന്തിനാ? പണ്ട് ടിപ്പു സുൽത്താന്റെ ആക്രമണ കാലത്ത് നശിച്ചുപോയ ഒരു ക്ഷേത്രമാണിത്. ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള നിധി, സ്വർണ്ണ വിഗ്രഹം, രത്നമാല ഇതൊക്കെ ഇവിടെ എവിടെയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ആൾക്കാരുടെ വിശ്വാസം. ഈ സ്വത്തെല്ലാം പിടിച്ചെടുത്ത് വിദേശത്ത് കൊണ്ടുപോയി വിറ്റ് കാശാക്കാനായിരിക്കും സായിപ്പിന്റെ കരടുപത്ത്. അതാ നേരെ. നിങ്ങളൊക്കെ ചെറുപ്പക്കാര് ഈ നാട്ടുകാരുടെ കാര്യത്തിന് ഒരു നിവൃത്തി ഉണ്ടാക്കിത്തരാം. ഇത് അന്വേഷിക്കാനായിട്ട് ആര് വന്നാലും ഇഷ്ടം പോലെ പണം കൊടുത്ത് സായിപ്പ് അവരെ പാട്ടിലാക്കും. ഇവിടുത്തെ പ്രമാണികളോടൊന്നും നിങ്ങൾ ഇക്കാര്യം പറഞ്ഞില്ലേ?
സാറേ, ഇന്ന് നാട്ടിൽ കാണുന്നത് പോലെ ഇവിടെയും 100 പാർട്ടിയാ. ഒരു കക്ഷിക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റേ കക്ഷിയെ എതിർക്കും. പിന്നെ വല്ലതും നടക്കുമോ സാറേ? ഇങ്ങനെ നേതാക്കളും കക്ഷിക്കാരും തമ്മിത്തല്ലും മത്സരവുമായിട്ടാണല്ലോ നാട് ഈ നിലയിലായത്. ഞങ്ങളുടെ ഇടയിലുമുണ്ട് കക്ഷികൾ. പക്ഷെ പൊതു താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ പാർട്ടി വ്യത്യാസം മറക്കും. ശരി, ഇതിന് ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ഇൻസ്പെക്ടർ, അതുവരെ ദയവ് ചെയ്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. സാറിന്റെ ദൈവം കൊണ്ടാണ് ക്ഷേത്രസ്ഥലം ഞങ്ങളുടെ വകയാണെന്ന് റിപ്പോർട്ട് വന്നത്. ആ ഓർമ്മയുണ്ടായാൽ മതി. I'll give you a good present. ഞങ്ങൾ സമ്മതിച്ച തുക നിശ്ചയമായും സാറ് തരും. എനിക്ക് സാഹിബിന് വലിയ വിശ്വാസം. My word is my word. That I know very well. അല്ല, സാർ ഇവിടെ? വലിയ ദാഹം, അല്പം വെള്ളം അടിച്ചിട്ട് വന്നതാണ്. സാർ ഓണസ്റ്റ് ഓഫീസറല്ലേ? പൊതുജനങ്ങളുടെ സ്ഥലം സായിപ്പിന്റേതാണെന്ന് അനുകൂലമായിട്ട് റിപ്പോർട്ട് എഴുതിക്കൊണ്ട് വല്ല കമ്മീഷനായിട്ട് വായിക്കാൻ വന്നായിരിക്കും. നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും. അയ്യോ, ഒരു കടയ്ക്ക് പോകുന്ന ലക്ഷണം ഇല്ലല്ലോ. Who are these people? Manager. Yes, sir. Why did you let these people come in without my permission? നിങ്ങൾ വന്ന കാര്യം, ഉള്ള കാര്യം തുറന്നു പറയാം. ഞങ്ങൾ പിള്ളേരൽപ്പം പെശകാർ. അതുകൊണ്ട് വലിയ അടിപിടിയൊന്നും ഉണ്ടാക്കാതെ ആ ക്ഷേത്രം നാട്ടുകാർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. I won't give my property. സായിപ്പിന്റെ ചേട്ടന് അവിടെ സമാധി കിട്ടിയിട്ട് ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകാനിരിക്കുക. നല്ലത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ സമാധിയിലിരിക്കുന്ന സായിപ്പായിരിക്കും. മിസ്റ്റർ സ്മിത്ത്, ഡോണ്ട് ക്രിയേറ്റ് അൺനെസസറി ട്രബിൾസ്. I don't want your damn advice. ആ കുപ്പിയിലുള്ളത് ഓരോ ഔൺസും ഞങ്ങൾക്ക് ഒഴിച്ചാൽ ഞങ്ങളും പറയും. We don't care any damn idiot. മാനേജരെ, അത് നാട്ടുകാരുടെ ആരാധനാ സ്ഥലമാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയില്ല. എന്നാ സാഹിബിന്റെ ചേട്ടനെ സമാധിയെ കെട്ടി സുഖമായിട്ട് ജീവിക്കാനുള്ള വസ്തു ഞങ്ങൾ വേറെ തരാം. അവിടെ തന്നെ കെട്ടണമെന്നാണ് മരിച്ചുപോയ സായിപ്പിന്റെ അവസാനത്തെ ആശ. എന്നാൽ ഞങ്ങളുടെ ആദ്യത്തെ ആശ ആ ക്ഷേത്രം നാട്ടുകാർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ്. I'll give them a plate and 50,000 for the temple. They don't want your charity. ആ സ്ഥലം നാട്ടുകാരുടെ വകയാണെന്ന് സമ്മതിച്ചാൽ മതി. I will not part with my property. You can go. ഓ, ഈ കോളേജ് സാഹിബ് ഇംഗ്ലണ്ടിൽ പോയി മതാമെ കാണത്തില്ല. Get out, rowdy. ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? എന്റെ പൊന്നു സാറും വരെ അടിയുണ്ടാക്കരുത് പ്ലീസ്. ഏതായാലും ആ ക്ഷേത്രം നാട്ടുകാർക്ക് തിരിച്ചു കൊടുപ്പിക്കാതെ ഞങ്ങൾ ഇവിടെ ഒന്നും പോവുകയില്ല. അങ്ങയുടെ വിദ്യാർത്ഥികൾ ഈ ക്ഷേത്രക്കാര്യം ഒരു പ്രക്ഷോഭണമാക്കി മാറ്റി അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുക. ഏത് കാര്യത്തിലും യുവാക്കൾ വേണം മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. അല്ലാതെ മരിക്കുന്നത് വരെ എന്തു വന്നാലും അധികാരം വിട്ടുകൊടുക്കില്ല എന്നുള്ള നമ്മുടെ പഴഞ്ചൻ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുരടിച്ച മനോഭാവമാണ് ഈ രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ ഭിന്നിപ്പിനും കക്ഷിപിരിവലിനും കാരണം. അത് രാഷ്ട്രീയം. പക്ഷെ ഈ പ്രശ്നത്തിൽ അങ്ങയുടെ വിദ്യാർത്ഥികൾ ഇടപെടരുതെന്ന് അങ്ങ് അവരെ ഉപദേശിക്കണം. ന്യായം തോന്നുന്ന ഏത് കാര്യത്തിലും വിദ്യാർത്ഥികൾ ഇടപെടും, അത് അവരുടെ അവകാശമാണ്. പക്ഷെ ഈ ഇടപെടൽ അന്യായമാണ്. അത് നിങ്ങളെന്ന് പറയും. ബട്ട് അക്കോർഡിംഗ് ടു ദ കോൺഷ്യൻസ് ഇറ്റ് ഈസ് ജസ്റ്റിഫൈബിൾ. കേട്ടോ മിസ്റ്റർ, മനസാക്ഷിക്ക് ന്യായമെന്ന് തോന്നുന്ന എന്തും നമുക്ക് ചെയ്യാം. അവരിവിടെ ബൊട്ടാണിക്കൽ എക്സ്കർഷൻ വന്നിട്ടുള്ളവരാണ്. ഈ നാട്ടുകാരുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രശ്നം വഷളാക്കൽ. അനീതി കണ്ട് പിന്മാറാൻ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾ നാട്ടിന്റെ കാവൽപ്പടയാളികളാണ്. ഓൾ റൈറ്റ്. ഭയപ്പെടണ്ട, ഇതാണ് ലവ് ട്രീ, പ്രേമവൃക്ഷം. ഇതാ നിൽക്കുന്നു, വേണ്ടിയ സ്പെസിമെൻസ് കളക്ട് ചെയ്തു. എന്തിനാണ് ഈ വേഷം? എന്നാരെങ്കിലും ആ കൈകൊണ്ട് ഈ വൃക്ഷത്തിൽ ഒന്ന് സ്പർശിക്കുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പെണ്ണുങ്ങളുടെ പുറകെ നടക്കാതെ വന്ന ജോലി നോക്കണം. പിന്നെ ആണുങ്ങളെ പുറകെ നടന്ന വല്ല ഗുണമുണ്ടോ കൊച്ചേ? ഇപ്പോൾ എന്റെ പഠന വസ്തു സ്ത്രീ, പ്രേമം. ഈ വഴി അല്പം പിശകാണ്. ലക്ഷ്യം മാർഗത്തെ സാധുവരിക്കും. അയ്യോ, ഇതും രാഷ്ട്രീയമാക്കല്ലേ? വേണ്ടി വന്നാൽ ഈ പ്രേമത്തിന് വേണ്ടി ഞാൻ ഒരു കോർപ്പറേഷൻ കമ്മിറ്റി ഉണ്ടാക്കി കൂട്ടിയാടി നടത്തും. എന്നാൽ ഈ യോഗത്തിൽ നിന്ന് ഞാൻ വാക്കൗട്ട് ചെയ്യുന്നു. ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കിട്ടിയ സമയം കൊണ്ട് നമ്മുടെ കാര്യം നോക്കണം. എന്ത് കാര്യം? സാധാരണ നാട്ടിൽ നടപ്പുള്ള കാര്യാദികൾ. എന്താണെന്ന് പറയണം. ഒരു വിജനമായ സ്ഥലം, ഒരു യുവസുന്ദരി തനിച്ചു നിൽക്കുന്നു. യുവാവ് അടുത്തു വരുന്നു. സതി എന്ത് ചെയ്യും? മിണ്ടാതെ പോകും. അവനിങ്ങനെ കയറ്റി പിടിക്കുന്നു. ആരെങ്കിലും കാണും. ഈ ഭയമാണ് പ്രേമത്തിന്റെ ആദ്യ ലക്ഷണം. അങ്ങനെ ആ കാമുകൻ കാമുകിയെ മാറോട് ചേർത്ത് You are beautiful.
വണ്ടർഫുൾ. സതി, ഹംസ, എനിക്ക് മനസ്സിന് വലിയ വിഷമം. കാരണം 3-4 ദിവസത്തിനകം നമ്മൾ പിരിയണമല്ലോ. എന്നാൽ ഇവിടെ താമസിക്കണം. ഹംസ വാക്കു പറഞ്ഞാൽ മതി. പ്രളയം വരെ നമുക്കിവിടെ കഴിയാം. വേണ്ട, വെള്ളപ്പൊക്കത്ത് നമ്മൾ രണ്ടുപേരും ചത്തുപോകും. ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച്, മരിക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ എന്നെയും ചേർത്തോളൂ രാഘവ. ഹംസവല്ലി, ഞാൻ വീട്ടിൽ വരും കേട്ടോ. ഓഹോ, രണ്ടുപേരും എന്നെ സ്നേഹിക്കുന്നു. എടേ ശ്രീധര, സെയിം സൈഡ് ഫൗൾ കാണിക്കാതെ. ഈ ചിരിയും കളി ഒന്നും വിശ്വസിക്കണ്ട. ആറ്റി മുങ്ങിയാൽ കുളത്തിൽ നേരും. അതാ വർഗം. ഓ, വലിയ ഉപദേശം. പോടോ സ്വർഗത്തിലെ കട്ടുറുമ്പേ. ശുംഭൻ. സിസ്റ്റർ, നിങ്ങളുടെ അപ്പൻ തോമസ് ഇപ്പോഴും ജീവനോടെ കഴിയുന്നുണ്ട്. സത്യമാണോ? എവിടെയാണെന്ന് പറയൂ. അലക്സാണ്ടർ സാഹിബിനെ കൊന്നതിന് ശേഷം ഒളിവിലാണ്. എന്റെ അപ്പൻ ആ കുറ്റം ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. സിസ്റ്റർ, പോലീസിന്റെ കയ്യിൽപ്പെടാതെ തോമസിനെ ഞങ്ങളാണ് സൂക്ഷിക്കുന്നത്. അപ്പനെ കണ്ടാൽ സത്യമെല്ലാം എന്നോട് പറയും. ഞാൻ അതിനൊരു സന്ദർഭം ഉണ്ടാക്കാം. 2-3 ദിവസത്തിനകം ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. സൗകര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്ത് വിവരം സിസ്റ്ററെ അറിയിക്കാം. ഞാൻ കാത്തിരിക്കും. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലത്തെ ചെടികളുടെ എല്ലാം സ്പെസിമെൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. യെസ് മിസ്. ഗുഡ്. നാളെ മുതൽ വെള്ളത്തിനടിയിൽ വളരുന്ന ചെടികളെ പറ്റി നമുക്ക് പഠിക്കാം. ഇവിടെ അടുത്തൊരു തടാകമുണ്ട്. നൂറ്റാണ്ടുകളായി വെള്ളത്തിനടിയിൽ വളരുന്ന പലതരത്തിലുള്ള ചെടികൾ അതിലുണ്ട്. കൊച്ചമ്മയെ കാണാൻ 2-3 സ്ത്രീകൾ വന്നിരിക്കുന്നു. ആരാ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനസ്സിലായില്ല. ഞങ്ങള് ഇവിടെ കുരിശുമൂട്ട് പള്ളിയിൽ പെരുന്നാളിന് വന്നതാ. ഒടുവിലത്തെ വണ്ടി അങ്ങ് പോയി. പിന്നെ എന്തുവാ കഴിക്കാതെ ഈ പ്രായമായ 3 പെൺപിള്ളേരെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയാലേ വഴി വെച്ച് വല്ല ആമ്പർമ്മന്മാരും കയറി വല്ലതും കാണിച്ചാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ചേട്ടത്തി? അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ അന്തി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പൊക്കോളാം. അയ്യോ, അതിന് ഇവിടെ സൗകര്യമില്ലല്ലോ. ഉള്ള സൗകര്യത്തിലൊക്കെ കഴിഞ്ഞോളാം ചേട്ടത്തി. അടുത്ത മുറി ചെന്നാല് അവിടെ കുറെ തലതെറിച്ച് ആമ്പിള്ളാരുണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് ശരിയാ, അവരൊക്കെ ആഭാസന്മാരാ. എന്നാൽ ഇന്നിവിടെ കഴിയട്ടെ, രാത്രി ഇവിടെ പോകും. ശരി ലീലേ, ഇവര് കൂടി ഇന്നിവിടെ കഴിഞ്ഞോട്ടെ. വരൂ സിസ്റ്റർ. കർത്താവേ, ഇപ്പോഴാ എന്റെ മനസ്സൊന്ന് വീണത്. അമ്മച്ചി, ഇവര് 3 പേരും അമ്മച്ചിയുടെ മക്കളാണോ? ആന്നടി മോളെ, ഇവളാണ് കടിഞ്ഞൂല് അന്നക്കുട്ടി. ഇവള് രണ്ടാമത്തോള് മേരിക്കുട്ടി. മറ്റേവളെന്തിയെ? ഇവളാണ് അവസാനത്തത് ഏലിക്കുട്ടി. ഇവളുടെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിള്ളേരല്ല ഇവിടെ എലിക്കുട്ടി എലിക്കുട്ടി എന്ന് വിളിക്കും. പഠിക്കുകയാണോ? BSc പഠിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ പഠിപ്പ് നിർത്തി. അമ്മച്ചിനെ കെട്ടിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ ആളെ അന്വേഷിക്കുക. ഓഹോ. പേരെന്നതാ? ലീല. നല്ല ചന്തമുള്ള മുഖം ഇല്ലേ അമ്മച്ചി? കെട്ടിക്കോ. ഓ, എനിക്ക് സമ്മതമാണ്. അമ്മച്ചി, എനിക്ക് ഇതുപോലൊരു ഉടുപ്പ് വേണം. പേരെന്താണ്? സതി. എനിക്ക് ഈ പെങ്കൊച്ചിനെ നല്ലോണം പിടിച്ചു. എവിടാ മോളെ വീട്? എറണാകുളത്ത്. പിള്ളേരുടെ അപ്പച്ചനും എറണാകുളത്തായിരുന്നു ബിസിനസ്. അപ്പച്ചൻ എവിടെ? അത് മോശയുടെ കഥ പോലെ ഒരു സന്താപ കഥയാണ് മോളെ. ഞങ്ങൾക്ക് ഒത്തിരി റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. പിള്ളേരുടെ അപ്പച്ചൻ ഒരു ദിവസം റബ്ബറിന്റെ താളെടുക്കാൻ അങ്ങ് മണ്ടയിലോട്ടങ്ങ് കയറി. അവിടുന്ന് പൊത്താന്ന് താഴെ വീണ് അങ്ങ് ചത്തു. എങ്ങനെ കരയായിരിക്കും മോളെ? ഈ 3 പിള്ളേർക്കും കൂടെ ഒരപ്പനേ ഉള്ളൂ. എല്ലാം വിധിയാണ് അമ്മച്ചി. ആ, ഞങ്ങളുടെ വിധി എങ്ങനെ ആവുമെന്ന് അറിയാൻ വേണ്ടി ആ രാത്രി ഇറങ്ങി തിരിക്കുന്നത്. ഏറെ തെക്കോട്ട് പോകാതെ ഇവിടെ വാദ്യമാർ നമ്മളെ കിടത്തി കുറിപ്പിക്കത്തില്ല. മഹാ കുസൃതിയാണെന്ന് തോന്നല്ലോ. അയ്യോ, കുസൃതിത്തരം പറയാനുണ്ടോ കേട്ടോ മോളെ? 3 എണ്ണത്തിൽ കണ്ടതുപോലല്ല. താണ്ടാൻ ഇവളായി നടക്കത്തോളൂ. അതാ മഹാകുസൃതി. ചുമ്മാ മോളെ, പിന്നെ വല്ല ഡാൻസോ പാട്ടോ ഒക്കെ പാടി ഞങ്ങളെ ഒന്ന് രസിച്ചാട്ടെ. അയ്യോ, എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. സതി, നിനക്കറിയാമല്ലോ
അറിയാമല്ലോ, ഇവൾക്ക് നല്ലതുപോലെ അറിയാം. മോളെ അമ്മച്ചിക്കും മക്കൾക്കും ഒക്കെ എപ്പോഴും ഇവിടെ വരാനൊക്കെ ഒന്ന് കാണിച്ചാട്ടെ. ഒന്ന് കാണിച്ചാട്ടെ. അപ്പൊ പറഞ്ഞതുപോലെ കാലത്ത് 6 മണിക്ക് നമുക്ക് ആ സ്ഥലത്തേക്ക് പുറപ്പെടണം. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ആ വന്ന തള്ളയ്ക്കും മക്കൾക്കും ആഹാരം നല്ലതും അതൊക്കെ പൗലോസ് നോക്കിക്കൊള്ളും. ചുമ്മാ ഇരിക്കണം പെങ്ങന്മാരെ, ഞങ്ങൾ ആണുങ്ങളാണെന്നുള്ള വിചാരം വേണം. വലിയ ഗമയൊന്നും വേണ്ട. ആണുങ്ങളും പെണ്ണുങ്ങളും ആകുമ്പോൾ ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് വേണം. അതില്ലാത്തതാണ് വാടാ വീട്ടിലെ. ഗുഡ് നൈറ്റ്. അക്ഷരാർത്ഥിക്ക് പെരുമയായുടെ മുറിയിൽ അനുവാദം കൂടാതെ കിടക്കരുത്. നിങ്ങളുടെ ശിഷ്യന്മാരുടെ ശല്യം കാരണം വന്നതാണ്. രാത്രിയിൽ ശ്രീവേഷവും കെട്ടി പെൺകുട്ടികളുടെ റൂമിൽ വന്നിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കും. ഇനി ഇങ്ങനെ തോന്നിയാസം കാണിച്ചാൽ ഞാൻ പോലീസിൽ അറിയിക്കും. മാഡം, don't threaten me. Mind you, I'm an ex-military officer, made a big stuff. പകരത്തിന് പകരം ഞങ്ങളും ചെയ്യും. വേണമെങ്കിൽ അവർ വാൺവേഷം കിട്ടി സെക്ഷൻ വന്നോട്ടെ. മിസ്, ആ യൂറോപ്പിന്റെ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. കാര്യം എന്താ? അദ്ദേഹത്തിന്റെ ചേട്ടന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ് ഇന്ന്. മെമ്മോറിയൽ സർവീസിന് നമ്മളും ചെല്ലണമെന്ന്. നമ്മൾ പോകണോ സിസ്റ്റർ? മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു ചടങ്ങല്ലേ. എങ്കിൽ സിസ്റ്റർ പോകും. അത് ശരിയല്ല. പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും പോകണം. ശരി, സിസ്റ്ററിന്റെ ഇഷ്ടം പോലെ. ഈ ക്ഷേത്രത്തെ പറ്റി അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടാണ്. ഈ പുറമ്പോക്ക് സ്ഥലം സായിപ്പിന്റെ എസ്റ്റേറ്റിൽ ചേർന്നതാണ്. മുമ്പ് ഇവിടെ ഒരു വഴിയമ്പലമായിരുന്നു. ഈ ക്ഷേത്രമെന്ന് പറയുന്നത് തൽപര കക്ഷികളുടെ ഒരു കെട്ടുകഥയാണ്. എല്ലാ തെളിവുകളും പരിശോധിച്ച ശേഷം ഈ സ്ഥലം മിസ്റ്റർ സ്മിത്തിന്റേതാണെന്നുള്ള റിപ്പോർട്ട് ഗവൺമെന്റ് അംഗീകരിക്കുന്നു. ഇനിയും നിങ്ങൾ ആരെങ്കിലും ഇവിടെ പ്രവേശിക്കുന്നത് കുറ്റകരമാണ്. ഈ തീരുമാനത്തെ ഞങ്ങൾ എതിർക്കുന്നു. സായിപ്പ് കൈക്കൂലി കൊടുത്ത് എഴുതിച്ചാണ് ഈ റിപ്പോർട്ട്. നാട്ടുകാരുടെ അവകാശങ്ങളിൽ കൈവച്ചാൽ വീണ്ടും ഒരു വരാറുള്ള പ്രവൃത്തി സൃഷ്ടിക്കും എന്ന് ഓർമ്മയിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. ഇത് ക്ഷേത്രമാണെന്നും ഇത് നാട്ടുകാരുടെ വകയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നിയമം അനുവദിക്കുന്നില്ല. ആ നിയമം ഞങ്ങൾക്ക് പുല്ലാണ്. ആ നിയമം ഞങ്ങൾ മാറ്റി എഴുതും. ഈ നാട്ടുകാരോട് ദ്രോഹം ചെയ്ത ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പരസ്യമായി വിസ്തരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ നിങ്ങൾ വന്ന ജോലി നോക്കണം. പണവും ആസ്വാധീനവും ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരോട് അന്യായം കാണിച്ചാൽ ചോരത്തിലപ്പോൾ ഞങ്ങൾ അതിന് അടിമുടി എതിർക്കും. എന്നാൽ ഇന്നു മുതൽ ഈ ക്ഷേത്രം ഞങ്ങൾ കൈവശപ്പെടുത്തി ഇത് നാട്ടുകാരുടെ വകയാക്കാൻ പോകും. എന്റെ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ ഇവിടെ ചോരക്കളാണെന്ന് പറഞ്ഞിരിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ കുട്ടികളെ പിന്മാറാൻ പറയണം. ഈ സ്ഥലം സായിപ്പിന്റെ വകയാണ്. നാട്ടുകാരുടെ അവകാശങ്ങളെ അവഗണിച്ചിട്ടുള്ള ഏത് തീരുമാനത്തെയും ഞാൻ ശക്തിയായി എതിർക്കുന്നു. ഇത് പൊതുജനങ്ങളുടെ ആരാധന സ്ഥലമാണ്. പ്രൊഫസർ ദാസ്, പ്രൊഫസർ ദാസ്, പ്രൊഫസർ. താങ്ക്സ് മിസ്റ്റർ ഇൻസ്പെക്ടർ. വൺ റിക്വസ്റ്റ്. തൽക്കാലം സായിപ്പിന് പ്രവേശനം അനുവദിക്കരുത്. ഞാൻ മന്ത്രിയുമായി ഫോണിൽ സംസാരിക്കട്ടെ. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒന്ന് കാണട്ടെ. അതിനുശേഷം എന്തെങ്കിലും നടപടിയെടുത്താൽ മതി. Come on, boy. പ്രൊഫസർ ദാസ്, Father of all, we come before thy holy presence at this moment of grief and sorrow. We are gathered here in the memory of our departed brother and friend, Mr. Alexander. നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അതിനുവേണ്ടി മാത്രമാണ് സായിപ്പിന്റെ ചാപ്പലിൽ ചടങ്ങ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വരും. The spirit of cheerfulness, despite the troubles and turmoils of the world, and the Christian charity, which was his motto in life. ഇനിയെങ്കിലും ആ നിധിയുടെ രഹസ്യം തുറന്നു പറഞ്ഞാൽ
അച്ഛനും മകൾക്കും ഒരുമിച്ച് ജീവിക്കാം. Help us to emulate all his goodness in his own life, that we may thus witness for this, our esteemed brother, and thee, our Lord and Savior Jesus Christ. Amen. എവിടെയുണ്ട് അപ്പൻ? ഇവിടെ വന്നു, മേരിയെ കണ്ടു. പക്ഷേ കഷ്ടകാലത്തിന് പോലീസ് ഇൻസ്പെക്ടർ വന്നു. എന്നാൽ അപ്പൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പാടില്ല, ആരും അറിയാത്തൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. ഞാൻ കാണുന്ന കൊണ്ട് ഒരു കുഴപ്പവും വരില്ല. ഏതായാലും ഇനി വേണ്ട, ഞാൻ ഇനി സൗകര്യമായി തോമാസിനെ സിസ്റ്റർ കാണിക്കാം. ശരി, പോകൂ. അതുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് മറ്റൊരു ഉത്തരവ് വരുന്നവരെ അമ്പലം നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പ്രവേശിക്കരുത്. That's my own property. ഇനിയും തീർന്നില്ലേ സാർ ഈ കേസ്? ഉടമസ്ഥന് വസ്തുവിൽ കേറാൻ ഒക്കാത്ത നിലയാണ്. പൊതുജനങ്ങൾക്ക് അത് പ്രതിഷേധം. I don't care about your പൊതുജനം. ഞങ്ങളുടെ സ്വത്ത് ഞങ്ങൾ കൈവശപ്പെടുത്തും. ആളുകൾ ബഹളമുണ്ടാക്കുമ്പോൾ അത് വേണ്ട. I can't wait a minute. ഗവൺമെന്റ് ഉത്തരവാണ്. Don't threaten me. You can go. ഇവിടുത്തെ വേലക്കാരുടെ മരണത്തിലും മറ്റും നിങ്ങൾക്കും ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവില്ലാതെ ആരും ഈ ബംഗ്ലാവ് വിട്ട് വെളിയെ പോകാൻ പാടില്ല. മിസ്റ്റർ സ്പീഡ്, ദിസ് ഈസ് മൈ ഓർഡർ. പറഞ്ഞ ചെടി? I am sorry. I am also sorry. സാർ പാമ്പ് ഓടിക്കളഞ്ഞു സാർ. ആ പാമ്പ് ഓടും. താനല്ലേ എന്നെ തല്ലാൻ ഓടിച്ചത്? യെസ് സാർ. You go and continue your work. നിങ്ങൾ എല്ലാരും പോയി നിങ്ങളുടെ ജോലി നോക്കണം. സൂക്ഷിച്ചു പോണം കേട്ടോ. ഭയന്ന് പോയി അല്ലേ? ഇല്ല, ഞാനാണ് ഭയപ്പെടുത്തിയത്. Oh, that's all right. ഞാൻ അറിയാതെ പിടിച്ചുപോയി, ക്ഷമിക്കണം. ക്ഷമിക്കാനൊന്നുമില്ല. ഈ നിലയിൽ ആർക്കും ആരെയും പിടിക്കാം. താങ്ക്സ്. നോ മെൻഷൻ. പിന്നൊരു കാര്യം, ആണുങ്ങളാണ് പാമ്പിനെ തല്ലി ഓടിച്ചത്. സമ്മതിച്ചു. പെണ്ണുങ്ങൾ വരണ്ട് നോക്കി നിന്നതേ ഉള്ളൂ. സമ്മതിച്ചു. പക്ഷേ സ്ത്രീകൾ പിശാചുക്കളല്ലെന്ന് ധരിച്ചാൽ മതി. അഭിപ്രായം ഇരുമ്പൊലൊക്കെ അല്ല.
സഖാ ശ്രീകൃഷ്ണ ഭഗവാനെ, അജയനായ എന്നെ പോലും നീ കീഴടക്കി. സാറിനെ വിളിച്ചോ? നത്തിങ് നത്തിങ്. രഘു സാർ, രഘു, ഈ ചുറ്റുപാടുകൾക്കൊരു മാറ്റം, ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ അനുഭൂതി നടമാടുന്നില്ലേ? ഒരു മാറ്റവും കാണുന്നില്ലല്ലോ സാർ, എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നു. നോ 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 നോ, പ്രകൃതി ആരെയോ മാടി വിളിക്കുന്നു അല്ലേ? ഒരു വിളിയും കേൾക്കുന്നില്ലല്ലോ സാർ. ഉണ്ട്, ഗാഠമായി ശ്രദ്ധിച്ചാൽ കേൾക്കാം. നോക്കൂ, ആ മേഘങ്ങളെ കാറ്റ് തലോടുന്നു. ആ ചന്ദ്രികയിൽ ഈ പരിസരങ്ങൾ തന്നെ ഒരു പരാഴിയായി മാറും. സാറൊന്ന് പതിവില്ലാത്ത വിധം സൗന്ദര്യ ആരാധകനായിരിക്കുന്നല്ലോ. പതിവില്ലാത്ത ചില അനുഭവങ്ങൾ എന്റെ മനസ്സിൽ നീർക്കുമുളകൾ ഉണ്ടാക്കും. കലാകാരനായ നീ ഈ പ്രകൃതിയെ വർണ്ണിച്ച് ഒരു പാട്ട് പാടാം. അയ്യോ വേണ്ട സാർ, അടുത്ത മുറിയിൽ നിന്ന് സർപ്പങ്ങൾ ഇഴഞ്ഞു വരും. ഇല്ല, ഇപ്പോൾ ആ സർപ്പങ്ങൾ ഒന്നും ചെയ്യില്ല. ആ ചന്ദ്രികയിൽ മുങ്ങി നീ ഒരു പാട്ട് പാടും. പ്ലീസ് ഗോ. ശരി സാർ. ബാലനെവിടെ? കുഞ്ഞിവിടെ ഇരുന്നട്ടെ, ഇപ്പൊ വിളിച്ചുകൊണ്ട് വരാം. എനിക്ക് വേഗം പോണം, മിസ് അന്വേഷിക്കും. പോരും. ആ പെൺകൊച്ചിന്റെ ലവർ ബാലന് കാണണമെന്ന് പറഞ്ഞാണ് ഞാൻ വിളിച്ചിട്ട് വന്നത്. കുഴപ്പമുണ്ടാക്കാതെ പറഞ്ഞയക്കണേ. പേടിക്കണ്ട, എന്റെ ബോയ്സ്, എന്താ കുട്ടിയുടെ പേര്? ആ, എന്റെ ബോയ്സ് സതിയെ എവിടുന്നെങ്കിലും അന്വേഷിച്ച് വിളിച്ചോണ്ട് വരും. They are my students. They are trained like that. രഘു, ബാലൻ, അപ്പു, നീ എന്താ ഒളിച്ചു നിൽക്കുന്നത്? എവിടുന്നെങ്കിലും സതിയെ കണ്ടുപിടിച്ചോണ്ട് വരണം. This is a prestige issue. You can go. ശരി സാർ. തനിച്ച് എവിടെ പോയിരിക്കും? വല്ല അപകടവും പറ്റിയിരിക്കുമോ? വിഷമിക്കാൻ ഒന്നുമില്ല, സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങണം. Yes, good night. Good night. അല്ല പൗലു ചേട്ടനോ? എന്താ ഞങ്ങളെ കണ്ട് പതുങ്ങിയത്? അടുപ്പിൽ തീ അണച്ചില്ല, അതിനൊറ്റ ഓടുകയാണ്. എന്റെ കൂട്ടുകാരി സതിയെ കണ്ടോ? ഇല്ല, ഞാൻ ചന്തയ്ക്ക് പോയി ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ അടുപ്പ് തീയണോ ചന്തയിൽ പോയിരുന്നു? എടോ സത്യം പറ, സതിയെ കണ്ടോ? സത്യം പറയാതെ. കോൺട്രാക്ടർ സാറിന് ഒട്ടും കുഴിച്ചില്ലല്ലോ. ഞാൻ അധികം കുടിച്ചാൽ അങ്ങ് ഉറങ്ങിപ്പോ. അത് പാടില്ല. മറന്നുപോകും. എന്തിനൂടെ വന്നു? വെറുതെ പേടിക്കണ്ട. താമസിക്കാൻ വരുന്നവരുടെ മാനം കെടുത്തുകയാണ് പ്രമാണികളാണ് നിങ്ങളുടെയൊക്കെ തൊഴിലല്ലേ? ഇവന്റെയൊക്കെ കയ്യും കാലും കെട്ടി നെറ്റിയിൽ ബോർഡും തൂക്കി പട്ടണ പ്രദർശനം നടത്തിയാല് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കും കൺട്രാക്ടർമാർക്കും ഒരു പാഠമായിരിക്കും. വേണ്ട, നമുക്ക് പ്രൊഫസർ സാറിനെ അറിയിച്ച് വേണ്ടത് ചെയ്യാം. കണ്ടോ, ഇവരൊക്കെയാണ് ഈ നാട്ടിലെ പ്രമാണികൾ. ഒന്ന് ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ, മറ്റൊന്ന് ഒരു വനം കൺട്രാക്ടർ, മൂന്നാമത്തെ ആള് സ്ഥലത്തെ പ്രധാന ദിവ്യൻ. ഇവരെയൊക്കെ പണ്ട് വേലിത്തമ്പി ദളബ ചെയ്തതുപോലെ പൊതുനിരത്തിൽ മുക്കാലിക്കത്തി അടിക്കണം. ഇൻസ്പെക്ടർ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് വേണം നടപടികൾ എടുക്കണം. അത് മാത്രം സാധ്യമല്ല സാറേ, ഞാൻ കേസ് ചാർജ് ചെയ്യാം. ഈ സമൂഹദ്രോഹികളെ ധീരമായി പിടിച്ചു കിട്ടിയത് എന്റെ വിദ്യാർത്ഥികളാണ്. അതൊക്കെ ശരിയാണ് സാറേ, ഇവരെ സഹായിക്കാൻ ഓരോ കക്ഷി നേതാവും കാണും. പിന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് എനിക്ക് ഉടുമ്പൻചോലയ്ക്ക് സ്ഥലം മാറ്റവും. നിയമസമാധാനം പാലിക്കേണ്ടവർ സ്ഥാനമാനങ്ങൾക്കും കക്ഷി താല്പര്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്ത് കർത്തവ്യം മറന്നാൽ
ഇന്നത്തെ യുവലോകം ആ കർത്തവ്യം ഏറ്റെടുക്കേണ്ടതായി വരും. വേണ്ടി വന്നാൽ ഞാൻ അതിന് നേതൃത്വം കൊടുക്കും. അതെല്ലാം നിങ്ങളുടെ കാര്യങ്ങൾ. നമ്മൾ തന്നെ ഈ ആഭാസന്മാരെ ശിക്ഷിക്കണമായിരുന്നു സാർ. നോ 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 നോ, അത് പാടില്ല. വി ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ലോ ഇൻ അവർ ഓൺ ഹാൻഡ്സ്. കം ഓൺ ബോയ്, എന്ത് നടക്കുമെന്ന് നോക്കട്ടെ. നേതാക്കന്മാരെ, നിങ്ങൾ രക്ഷപ്പെട്ടോന്ന് വിചാരിക്കണ്ട. ഇന്ന് അയാൾ നമ്മളെ പാഠം പഠിപ്പിക്കണം. ഇനി ഇങ്ങനെ പറഞ്ഞ അയാൾ നമ്മളെ ചതിക്കും. എനിക്ക് മാപ്പ് തരില്ല കുഞ്ഞുങ്ങളെ. ഏമാമാര് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്റെ ജോലി പോകുന്ന വിചാരിച്ചാണ് ഈ കാര്യം ചെയ്തത്. അതിനൊക്കെ ഇങ്ങനെ തൂങ്ങിച്ചാവാൻ തുടങ്ങിയാലോ? എന്താ പൗലോസ് ചേട്ടാ? എല്ലാ പാപവും പശ്ചാത്താപവും പ്രായശ്ചിത്തം. പൗലോസ് ചേട്ടൻ പറയുന്ന പോലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പൊറുക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് പൊറുക്കണം. ക്ഷമിച്ചിരിക്കും. പൗലോസ് ചേട്ടാ, പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കൊണ്ടു. അത് ദൂരെ പോയി വാങ്ങിച്ചോണ്ട് വരണം. 10 രൂപ അതൊക്കെ വന്നാൽ മതി. മിസ്സും പ്രൊഫസറും ഒന്നും ഇവിടെ ഇല്ല. കിട്ടിയ സമയം കളയാതെ ഒന്ന് ചിരിക്കുകയോ മിണ്ടുകയോ ചെയ്തുകൂടെ? അത്രയുള്ളൂ. തരുന്നേ. എനിക്കെന്താ വരാൻ പറഞ്ഞു. കമാൺ. പിന്നെ ജീവത്യാഗം ചെയ്താണ് ഞാൻ സതിയെ രക്ഷിച്ചത്. ആ വിചാരം വേണം. ഒരിക്കലും മറക്കില്ല. പ്രോമിസ്. പ്രോമിസ്. അവിടെ ചെല്ലുമ്പോൾ ഈ പ്രോമിസ് എല്ലാം തെറ്റും. ഒരിക്കലുമില്ല. മരണം വരെ ഇവിടെ തന്നെ കഴിയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തൊരു ആനന്ദമായിരിക്കും. അയ്യോ, അത് വേണ്ട. വയസ്സുകാലത്ത് മലയിൽ കയറാനോ ഇറങ്ങാനോ എന്നെ കൊണ്ട് വയ്യ. പേടിക്കണ്ട, പ്രേമിക്കുന്നവർക്ക് നിത്യ യൗവനമായിരിക്കും. ഇവിടുത്തെ ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ കുളക്കോഴികളെ പ്രശ്നം വെച്ചാൽ പോലും കാണുകയില്ല. ലതേ, ഈ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രേമം സങ്കീർണമാക്കരുത്. ഇല്ല, എനിക്ക് വിശ്വാസമാണ്. അദ്രി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആരൊക്കെ എതിർത്താലും ഈ പ്രേമത്തിന് വേണ്ടി ഈ വീട്ടിലപ്പോ രക്തസാക്ഷിയാവും. ഇത് പവിത്രമായ ഈ അടുക്കളയിൽ വെച്ച് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. അയ്യോ, ശരീരം മുഴുവനും വയറ്റുവേദന, തലമുതൽ കാലുവരെ വയറ്റുവേദന, ഒരു തുള്ളി വെള്ളം തരാൻ ഈ ലോകത്താരുമില്ല. പൗലോസിനെ പോലും കണ്ടില്ല. നിങ്ങൾക്കല്പം ചൂടുവെള്ളം കൊടുക്കാൻ പാടില്ലേ? അയ്യോ, ഈ ഭയങ്കരികൾ തന്നില്ല. മിസ് വഴക്ക് പറയുമെന്ന് ഭയന്നിട്ടാണ്. ആപത്തിൽ ആരെയും സഹായിക്കണം. നിങ്ങൾ പോകി, ഞാൻ ചൂടുവെള്ളം കൊടുത്തയക്കാം. വേണ്ട, കൊണ്ട് വരണമെന്നില്ല. 3 ഗ്ലാസ്സിന് ചൂടുവെള്ളം ഇവരുടെ കയ്യിൽ തന്നെ കൊടുത്തയച്ചാൽ മതി. നടയിൽ പോയിരിക്കാം. നിങ്ങൾ ഒന്നുകൊണ്ട് നിരാശപ്പെടണ്ട. നാട്ടുകാർക്ക് നീതി ലഭിക്കാതെ ഞാനും എന്റെ വിദ്യാർത്ഥികളും ഇതിൽ നിന്നും പിന്മാറുകയില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഫോണോഗ്രാമാണ്. നാട്ടുകാരുടെ അഭിലാഷങ്ങളെ ആദരിച്ച് പുരാതനമായ ഈ തളിക്കോട്ട ക്ഷേത്രം പൊതുജനങ്ങൾക്ക് ആരാധനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. കൂടാതെ ജനവഞ്ചനയ്ക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥനെയും നിയമപ്രകാരം ശിക്ഷിക്കുന്നതാണ്. നമ്മളെല്ലാവരും ഭിന്നിപ്പില്ലാതെ കക്ഷി വ്യത്യാസങ്ങൾ മറന്ന് ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമാണ് ഈ വിജയം. കക്ഷികളുടെ വിശ്വാസ പ്രമാണങ്ങളെക്കാൾ വലുത് നാട്ടുകാരുടെ നന്മയായിരിക്കണം. അതാണ് എന്റെ തത്വം. അങ്ങും അങ്ങയുടെ ധീരന്മാരായ വിദ്യാർത്ഥികളും ചേർന്ന് ഈ നാട്ടുകാർക്ക് വേണ്ടി നടത്തിയ സേവനം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. എല്ലാം കുഴഞ്ഞു. ക്ഷേത്രസ്ഥലം ടെമ്പിൾ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ഗവൺമെന്റ് ഉത്തരവ്. ബിഗ് നോൺസെൻസ് സാർ. അതോടെ റിപ്പോർട്ട് അയച്ച നമ്മുടെ ഓഫീസറെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. വെരി വെരി സീരിയസ്. ആളുകൾ അമ്പലസ്ഥലം കൈവശപ്പെടുത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം തകരും. നിനക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വത്ത് തരാം. നീ ഇവിടെ കിടന്ന് നരയിക്കാതെ ആ നിധി എവിടെയാണെന്ന് പറയും. കർത്താവിന് വിലക്കാത്തായി ഞാൻ ഒന്നും പറയുകയില്ല. തോമസ്, ബി ഹാപ്പി വിത്ത് യുവർ ഡോട്ടർ. നാളെ നിന്റെ മകൾ ഇവിടെ നിന്ന് പോകും. പിന്നെ നിന്റെ ആയുസിൽ കാണാനൊക്കെയില്ല. എന്താണ് നിന്റെ തീരുമാനം? എന്റെ മകളെയും ചതിക്കാനാണോ നിങ്ങളുടെ പാവം? മകളെ കാണണം.
അതിന് ബംഗ്ലാവിൽ വരണം എന്ന് കത്തെഴുതും. ഞാൻ എഴുതുകയില്ല. Come on, write. ഞാൻ എഴുതാം. My dear children and my dear Lakshmi. I am sorry, Professor Lakshmi. നാളെ നാം ഇവിടെ നിന്ന് പിരിയുക. എങ്ങു നിന്നെല്ലാമോ വന്ന നാം ഈ റെസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടുമുട്ടി. വൈരാഗ്യവും സ്പർദ്ധയും വാത്സല്യവും മാറ്റി സ്നേഹവും കൂട്ടുകെട്ടും സന്തോഷവുമായി ഇവിടുന്ന് പിരിയുന്ന നാം ചില മധുര സ്മരണകളുമായി പുറപ്പെടുകയാണ്. ഈ ചുരുങ്ങിയ ദിവസത്തെ നമ്മുടെ കൂട്ടുകെട്ട് ഭാവിയിൽ നാം ചെയ്തു തീർക്കേണ്ട ചില കടമകൾക്ക് പ്രചോദനം നൽകി നമ്മെ വിജയലക്ഷ്യത്തിൽ എത്തിച്ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിഷ് യു ഓൾ ഗുഡ് ലക്ക്. രഘു, ഒരിക്കലും മറക്കാനാവാത്ത ഈ സന്ദർഭത്തിൽ ഒരു പാട്ട് പാടി നീ ഞങ്ങളെ സന്തോഷിപ്പിക്കൂ. She is dead. Is it? അയ്യോ, ഇവരെയും കൊന്നു. What shall we do now? നമുക്ക് ഉടനെ പ്രൊഫസറെ അറിയിക്കാം. We'll take her to our chapel. Yes, sir. രഘു, ആ അറുകൊല കടന്നുകളഞ്ഞല്ലേ? ഓ, നമ്മൾ പലരെയും അടിച്ചിരുത്തിയിട്ടുണ്ട്. ഈ അറുകൊല നമ്മളെ അടിച്ചിരുത്തി കളഞ്ഞു. ഇനി നമുക്കിവിടെ നിൽക്കേണ്ട മക്കളെ. വാ വാ. ഇനി അധികം താമസിപ്പിക്കണ്ട. ഉടനെ പോലീസിൽ അറിയിക്കാം. Not necessary. We'll inform them tomorrow morning. പാടില്ല, ഉടനെ ഫോൺ ചെയ്യണം. നമുക്ക് പോകാം സാർ. Manager. അപ്പു, നീ ഇവിടെ തന്നെ നിൽക്കണം. ഫോൺ ചെയ്യണം. ഹലോ ഹലോ ഹലോ, ടെലിഫോൺ വർക്ക് ചെയ്യുന്നില്ലേ? ഹലോ ഹലോ, ചിലപ്പോൾ അങ്ങനെയാണ്. മലമ്പ്രദേശമല്ലേ സാർ, മരം വല്ല വീട് കാണും. ഞാൻ തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. സാറ് പോണ്ട.
നിങ്ങൾ ആരെങ്കിലും പോ. ഇപ്പോൾ പോകുന്നത് അപകടമാണ്. അത് സാരമില്ല, ഞാൻ പോയി പോലീസിനെ അറിയിക്കാം. സൂക്ഷിക്കണം കേട്ടോ. വള്ളക്കാർ ഇപ്പോൾ അക്കരെ കടത്തി വിടുകയില്ല. പ്രേതം ഒരാളെ കൊന്നാൽ പിന്നെ 10-15 ദിവസം കൂട്ട കൊലയായിരിക്കും. മാനേജർ എവിടെ? സൈക്കിളിൽ കാണാനില്ലല്ലോ. ശിശുവിന്റെ മൃതദേഹം കാണുന്നില്ല. അയ്യോ, നീ ഞങ്ങളുടെ മിസ്സിനെ കാണുന്നില്ല. ഇവിടെ പോയി. എന്താ ഇത്? ഒരു പ്രേതം. പിന്നെ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. നോൺസെൻസ്. ഇതിനകത്ത് എന്തോ ചതിയുണ്ട് സാർ. എനിക്ക് സംശയമുണ്ട് സാർ. സാർ ഇവരെ നോക്കിക്കൊള്ളണം. അപ്പു എന്താ ഇത്? അന്ന് നമ്മൾ കണ്ട ആ രൂപം. സാർ, നാളെ നേരം വിളിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ സാർ ഇവരുമായിട്ട് പോയിക്കൊള്ളണം. ഇതെന്താണെന്ന് കണ്ടുപിടിക്കാതെ ഞങ്ങൾ തിരിച്ചു വരികയില്ല സാർ. സൂക്ഷിച്ചു പോകൂ. കമാൺ. ഭയപ്പെടണ്ട, എന്ത് വന്നാലും ഞാനുണ്ട്.
ഇവനാര്? ഇവനാണ് സാഹിബിന്റെ വീട്ടിലെ പട്ട്ണർ രാജപ്പൻ. അപ്പൊ ഇവനാണ് അറുകൊലയെന്ന് പറഞ്ഞ് നടന്ന് നമ്മുടെ സിസ്റ്ററിനെ കൊന്നത്. പോലീസ് ഇൻസ്പെക്ടർ ഇവന്റെ നെഞ്ചിൽ വെടിവെച്ചിട്ട് പോലും ഏറ്റിട്ടില്ല. കണ്ടോ ഇരുമ്പ് താറ്റമായിട്ടിരിക്കുന്നത്? എടാ ഭയങ്കര, ഇതെല്ലാം ഏതോ ഉദ്ദേശം വെച്ചുകൊണ്ട് ആ സായിപ്പ് ചെയ്യിച്ചാണ്. അവനെയും വിടരുത്. എന്നേക്ക് അവിടെ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നിന്റെ മകൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിധിയുടെ രഹസ്യം തുറന്നു പറഞ്ഞാൽ നിനക്കും മകൾക്കും സുഖമായി ജീവിക്കാം. ഞാൻ ഈ ദ്രോഹത്തിന് എന്നാൽ നിന്റെ മുൻപിൽ വെച്ച് നിന്റെ മകളെ ഞങ്ങൾ കൊല്ലും. തുറന്നു പറയും, ഇല്ലെങ്കിൽ നിന്റെ മകളെ കാണുകയില്ല. വേണ്ട, എന്റെ മകളെ കൊല്ലണ്ട. ഞാൻ പറയാം, ആ ക്ഷേത്രകുളത്തിന്റെ തെക്കേ കരയിലുള്ള ആ വലിയ പാറയുടെ ചുവട്ടിൽ ആ നിധി ഇരിപ്പുണ്ട്. വെരി ഗുഡ് മോളെ. നിങ്ങൾ ആരാ? മനസ്സിലായി? ഞാനാണ് സിസ്റ്റർ സോഫിയുടെ അപ്പൻ. നിങ്ങൾ വേഗം പോകും, വേഗം പോയി ആ ദുഷ്ടനെ പിടികൂടും, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടും. വേഗം പോയി ആ മഹാഭാവി പിടിക്കും.
നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞാനാണ് CID ഓഫീസർ ശേഖർ. സ്മിത്തിന്റെ ജ്യേഷ്ഠന്റെ മരണവും പറ്റും സംശയിക്കത്തക്കതായിരുന്നു. ഓഹോ, അന്ന് മുതലേ സാറോട് വള്ളക്കാരനായിട്ട് കഴിയായിരുന്നു. അതെ, നിങ്ങളുടെ സഹായം കൊണ്ടാണ് കുറ്റവാളികളെ പിടിക്കാൻ സാധിച്ചത്. അപ്പൊ ഇനി ഞങ്ങൾ സിസ്റ്ററിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയിക്കൊള്ളട്ടെ. വരൂ. അപ്പൊ സിസ്റ്ററിന്റെ മൃതദേഹം സായിപ്പിന്റെ ബംഗ്ലാവിലുണ്ട്. ഈ ക്ഷേത്രനിധി കടത്താൻ വേണ്ടിയാണ് സായിപ്പ് സിസ്റ്ററെ കൊല്ലിച്ചത്. ഓഹോ, അപ്പൊ ഈ നിധി എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാത്തതുകൊണ്ടായിരിക്കാം സായിപ്പിന്റെ ജ്യേഷ്ഠൻ അലക്സാണ്ടർ കൊന്നതും മാനേജർ തോമസിനെ ഗുഹയിൽ അടച്ചതും അല്ലേ? അതെ. അന്ന് ആറ്റിൻകരയിൽ നിന്ന് കിട്ടിയ സ്വർണ്ണബിംബവും ഈ സ്വത്തിൽ ചേർന്നതാണല്ലേ? അതെ. അലക്സാണ്ടർ സായിപ്പിന് ആദ്യം കിട്ടിയ നിധി ഇതിന്റെ ഒരു ഭാഗമായിരിക്കാം. ബാക്കി നിധി നാട്ടുകാരെ ഏൽപ്പിക്കുന്നതാണ് ഉചിതമെന്ന് അലക്സാണ്ടർ സാഹിബിനും മാനേജർ തോമസിനും തോന്നിയിട്ടുണ്ടാവും. ആ വിവരം അവർ സ്മിത്ത് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ടാവും. കറക്റ്റ്. അത് സമ്മതിക്കാത്തത് കൊണ്ടാണ് സ്മിത്ത് അലക്സാണ്ടറെ കൊന്നത്. ആ വേലക്കാരിയുടെ മരണം ഈ സ്മിത്തിന്റെ പേരിൽ നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടാക്കുകയും ചെയ്തു. അതെ. പിശാചായിട്ട് നടന്ന് നാട്ടുകാരെ വിരട്ടിയതും കൊന്നതും ഈ ക്ഷേത്രസ്ഥലം തന്റേതാണെന്ന് വാദിച്ചതുമെല്ലാം ഈ നിധി മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആയിരുന്നുവെന്ന് ഇപ്പോൾ ബോധിക്കും. ഏതായാലും നിങ്ങളൊരു മഹാകാര്യമാണ് ചെയ്തത്. ഈ ക്ഷേത്ര സ്വത്തുക്കൾ ഞങ്ങൾ അതിന്റെ അവകാശങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. നന്ദി പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഈ ബിംബം പ്രതിഷ്ഠ നടത്തി ആ പൂജയിലും നിങ്ങൾ എല്ലാം പങ്കെടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ വിജയത്തിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. പക്ഷേ ആ വിജയത്തിന്റെ ബലിപീഠത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ടുപേരെ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി രാഘവൻ, മറ്റൊന്ന് സ്നേഹസമ്പന്നയായ ഞങ്ങളുടെ സിസ്റ്റർ സോഫിയ. ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലും ആ പ്രിയപ്പെട്ട വ്യക്തികളുടെ ആത്മാക്കൾ ഞങ്ങളുടെ ഓർമ്മയ്ക്കായി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നാട്ടുകാരെ, ഞങ്ങൾ യാത്ര പറയുന്നു.